നമസ്കാരം. മലയാളിയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമ്മിറ്റ് വീണ്ടും ഇത്തവണ തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ എഡിഷൻ. സ്വാഗതം. തിരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് പടിവാതിൽക്കലെത്തിയിരിക്കുന്നു. ഇനിയും മുഖ്യ ദേശീയ പാർട്ടികളുടെ ഒന്നും തന്നെ പ്രകടന പത്രികകൾ പുറത്തിറങ്ങിയിട്ടില്ല. ഏതിനെ അടിസ്ഥാനമാക്കി നമ്മൾ വോട്ട് രേഖപ്പെടുത്തണം, എന്തിന് നമ്മൾ വോട്ട് ചെയ്യണം? പ്രകടന പത്രികയായിരുന്നു ആധാരം. ഭരണവിരുദ്ധ വികാരമോ പൊളിച്ചെഴുതാനുള്ള അവസരമോ ഇതെന്തു തന്നെയാണെങ്കിലും വിലയിരുത്താൻ നമുക്കൊരു പ്രകടന പത്രിക വേണ്ടേ? പ്രകടന പത്രികകൾ വൈകുന്നു എന്നതാണ് പരാതി. ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായേക്കാവുന്ന ഈ വിധിക്ക് എന്ത് മാനദണ്ഡമാണ് ഈ വോട്ടർമാർ പാലിക്കേണ്ടത്? പ്രകടന പത്രികയിൽ എന്തു വാഗ്ദാനങ്ങൾ ഉണ്ടാവാം? സൂചനകളും ലഭ്യമായ പ്രകടന പത്രികയുടെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചർച്ച സംഘടിപ്പിക്കുകയാണ്. CPM-ന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങി. പൊളിച്ചെഴുത്താണ് ഉദ്ദേശം. ഭരണഘടനയുടെ തന്നെ ഒരു പ്രത്യേക ഭാഗമാക്കി തീർക്കുന്ന രീതിയിൽ ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ട് CPM-ന്റെ പ്രകടന പത്രിക. എന്നാൽ മറുവശത്ത് കോൺഗ്രസും BJP-യും പൊതുജനാഭിപ്രായം തേടുന്നു. ഒരു ആം ആദ്മി എഫക്റ്റ് പോലെ ജനഹിതം അറിഞ്ഞുകൊണ്ടുള്ള പ്രകടന പത്രികയായിരിക്കും ഇത്തവണ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുക. നിങ്ങളുടെ ശബ്ദം, ഞങ്ങളുടെ പ്രതിജ്ഞ എന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ ആമുഖം. എന്താണെന്ന് നമുക്ക് അന്വേഷിക്കാം. എന്തിന് നിങ്ങൾക്ക് വോട്ട്? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്: CMP സംസ്ഥാന സെക്രട്ടറി ശ്രീ CP ജോൺ, തേജസ് ദിനപത്രത്തിന്റെ എഡിറ്റർ ശ്രീ NP ചേക്കുട്ടി, BJP സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, CPM ജില്ലാ കമ്മിറ്റി അംഗവും കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഡയറക്ടറുമായ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ എന്നിവർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപിൽ നിൽക്കുകയാണ്. സാധാരണ പതിവിലും നേരത്തെ തന്നെ മറ്റു പാർട്ടികൾക്ക് മുൻപേ തന്നെ കോൺഗ്രസ് പ്രകടന പത്രികയുമായി എത്താറുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വളരെ പെട്ടെന്നായതുകൊണ്ടും 7 ഷെഡ്യൂളുകളിലായതുകൊണ്ടും സ്വാഭാവികമായി വൈകാനുള്ള സാധ്യതയുണ്ട്. അറിയേണ്ടതല്ല, ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പ്രകടന പത്രിക പുറത്തിറങ്ങുന്നതിന് മുമ്പായി വെബ്സൈറ്റിൽ ഒരു പരസ്യം പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താം, ഞങ്ങളുടെ പോളിസി എന്തായിരിക്കണം എന്നുള്ളതിന് നിങ്ങളുടെ ശബ്ദം ഞങ്ങൾക്ക് കേൾപ്പിക്കാം. എന്തായിരിക്കാം ഉദ്ദേശം? ഇതൊരു ആം ആദ്മി എഫക്റ്റാണ്. അത് സാധാരണ എല്ലാ കാലത്തും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് തന്നെയാണ് പ്രകടന പത്രികകൾ തയ്യാറാക്കുന്നത്. ഇത്തവണ സോഷ്യൽ മീഡിയ വളരെ സജീവമായതുകൊണ്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിന് പകരം സാധാരണ കത്തുകളൊക്കെ വരും, അതിനനുസരിച്ച് മെമ്മോറാണ്ടങ്ങൾ വരും. ഇപ്പം ഞാനിപ്പോൾ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന കാര്യത്തിൽ 4 or 5 തെരഞ്ഞെടുപ്പുകളിൽ ആ കമ്മിറ്റിയിൽ അംഗമായ ഒരു ആളെന്നുള്ള നിലയ്ക്ക് പലപ്പോഴും ഹിയറിംഗ് വെക്കാറുണ്ട്. നിരവധി വിഭാഗങ്ങളുടെ ഹിയറിംഗ് വെക്കാറുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങൾ പൊതുവിൽ എന്തായിരിക്കുമെന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഒരു കളക്റ്റീവ് വിസ്ഡം അല്ലെങ്കിൽ അവരുടെ ഒരു പൊതുവായ ബുദ്ധിയിൽ ആലോചിച്ച് ചില കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് ചെയ്യുക. അതിൽ 2 ഘടകങ്ങളാണ് വരാറുള്ളത്. ഒന്ന്, നമ്മളിപ്പോൾ രാജ്യത്ത് അതിഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ് ഉണ്ട്. നമുക്കാവശ്യമായിട്ടുള്ള റോഡുകൾ, പാലങ്ങൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, അങ്ങനെയുള്ള ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ് അത് പരിഹരിക്കുമെന്നുള്ളതാണ് പൊതുവിൽ എല്ലാവരും പറയുന്ന ഒരു പോയിന്റ്. രണ്ടാമത്തത്, ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ് പരിഹരിച്ചാലും പരിഹരിക്കപ്പെടാത്ത വളരെ പിന്നോക്കം കിടക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ പ്രത്യേകം പരിഹരിക്കുക എന്നുള്ള ഒരു വാഗ്ദാനമായിരിക്കും. ക്ഷേമ പരിപാടികളായിരിക്കും. ആ ക്ഷേമ പരിപാടികളിൽ തന്നെ പലപ്പോഴും പൊതുക്ഷേമ പരിപാടികൾ കൊടുത്താലും മുന്നോട്ട് വരാൻ കഴിയാത്ത വിഭാഗങ്ങളുണ്ട്. അവരുടെ പ്രത്യേക ശ്രദ്ധ കൊടുത്തിട്ടുള്ള അവർക്ക് മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ പട്ടികജാതി ആദിവാസി വിഭാഗങ്ങൾ, അത്തരത്തിലുള്ള വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് വയ്ക്കുക. പിന്നെ എല്ലാം ഓവറാർച്ച് ചെയ്തുകൊണ്ട് എല്ലാ പ്രകടന പത്രികകൾക്കും ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ആളുകളുടെ ജീവിത ചെലവ് എല്ലാ കാലത്തും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ കുറയ്ക്കും? അതിന് നമ്മൾ വിലക്കയറ്റം എന്നൊരു വാക്കാണ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ പൊതുവിൽ അതൊരു തിയററ്റിക്കലി അതൊരു ജീവിത ചെലവാണ്. വികസനങ്ങളൊക്കെ നടക്കുമ്പോൾ പൊതുവെ ഉണ്ടാകുന്ന ജീവിത ചെലവ്, വരുമാനവും ചെലവും തമ്മിൽ ഉണ്ടാകുന്ന ഒരു മിസ്മാച്ച്, അത് രണ്ടും തമ്മിലുള്ള ബന്ധമില്ലായ്മ, ആ ബന്ധമില്ലായ്മ പരിഹരിക്കും എന്ന് പറയാറുണ്ട്. നോക്കൂ, CPM-ന്റെ പ്രകടന പത്രികയിൽ നേരത്തെ CP മുന്നോട്ട് വെച്ച 3 തലവും വളരെ പ്രകടമാണ്. പക്ഷേ അതിൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തെക്കുറിച്ച് കാര്യമായ പരാമർശമില്ല. പ്രത്യേക ഊന്നൽ നൽകുന്നത് നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറയുന്നത് പോലെ പൊളിച്ചെഴുതാനുള്ള ഒരു വ്യഗ്രത കാണുന്നുണ്ട്. പ്രകാശ് കാരാട്ട് തന്നെ പറഞ്ഞു, 60% ഈ പ്രകടന പത്രികയിൽ പുതിയ കാര്യങ്ങളാണ്.
തൊഴിൽ ഒരു ഭരണഘടനാപരമായ അവകാശമാക്കി മാറ്റുന്നു. ശ്രദ്ധേയമായ ഒരു ധൈര്യപൂർവ്വമുള്ള ഒരു പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ്. പക്ഷേ ഇത് ഏതടിസ്ഥാനത്തിൽ വസ്തുതകളെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണോ എന്നുള്ളതാണ് ആദ്യത്തെ ഇതിനോടുള്ള ചോദ്യം. 2, ജനക്ഷേമ പരിപാടികളും CPM മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വികലാംഗരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഒക്കെ വിദ്യാഭ്യാസവും ക്ഷേമവും മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളടക്കം. അറിയേണ്ടത് CPM മുന്നോട്ട് വെച്ച പ്രകടന പത്രികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്തായിരിക്കും എന്നുള്ളതാണ്. CPM മുന്നോട്ട് വെച്ച പ്രകടന പത്രികയുടെ കാതൽ നവലിബറൽ നയങ്ങൾ കഴിഞ്ഞ 2.5 ദശകക്കാലമായി നമ്മുടെ രാജ്യത്തെ ഉൽപ്പാദന മേഖലകളെല്ലാം തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഉൽപ്പാദനത്തിനാവശ്യമായ അന്തർഘടനാ മേഖലകളെ സമ്പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നിയമങ്ങളാണ് UPA ഗവൺമെൻറ്റിൻ്റെ പ്ലാനിംഗ് കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തേക്കാണെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള DLF ഉൾപ്പെടെയുള്ള ലോകത്തിലെ വലിയ നിർമ്മാണ കമ്പനികൾക്ക് യഥേഷ്ടം നമ്മുടെ രാജ്യത്ത് നിക്ഷേപം നടത്താനുള്ള സൗകര്യമാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതിനുള്ള ഓമന പേരാണ് നമ്മുടെ ധനകാര്യമന്ത്രിമാർ PPP എന്ന് പറയുന്നത്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൻ്റെ മറവിൽ നടക്കുന്നത് പബ്ലിക് സംവിധാനങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുകയും പൊതുനിക്ഷേപങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുകയും സ്വകാര്യ നിക്ഷേപകരിലേക്ക് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ മർമ്മപ്രധാനമായ അന്തർഘടനാ രംഗങ്ങളെല്ലാം തന്നെ ഉൾഗ്രഹിച്ചെടുക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM പ്രകടന പത്രികയുടെ സാമ്പത്തിക ശാസ്ത്രപരമായ ഒരു അന്തർധാര എന്ന് പറയുന്നത് പൊതുനിക്ഷേപം കൂട്ടും എന്നുള്ളതാണ്. ആ പൊതുനിക്ഷേപത്തിൽ ഊന്നി നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ വികസനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അതിനാവശ്യമായ വിഭവസമാഹരണം എങ്ങനെ നടത്തും. ഇന്ത്യ രാജ്യം നമ്മൾ അറിയേണ്ടത് ഷേഡോ ബാങ്കിങ്ങിനെ കുറിച്ചും കള്ളപ്പണത്തെക്കുറിച്ചും, ഇപ്പോൾ ടാക്സ് ജസ്റ്റിസ് നെറ്റ്വർക്ക് ആഗോളതലത്തിൽ തന്നെ കള്ളപ്പണത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന പ്രചരണം നടത്തുന്ന സംഘടനയാണ്. അവരുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഗ്ലോബൽ ഫിനാൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന വാഷിംഗ്ടൺ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു അന്തർദേശീയ ധനകാര്യ പഠന സമിതിയുടെ വിവരങ്ങൾ പുറത്തു വന്നു. ബെർലിൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണലിൻ്റെ പഠനങ്ങൾ പുറത്തു വന്നു. ഈ എല്ലാ പഠനങ്ങളും ഒരുപോലെ ഊന്നുന്നത് ഇന്ത്യയുടെ രാഷ്ട്രസമ്പത്ത് അവിഹിതമായ മാർഗങ്ങളിലൂടെ ഒഴുകിപ്പോവുകയാണ്. ആ ഒഴുക്കിന് കൂട്ടു നിൽക്കുന്ന നയനിർമ്മാതാക്കളും നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളും അതിൻ്റെ കമ്മീഷൻ പറ്റുന്ന ആളുകളാണ്. BJPയും തുറന്നു വെച്ചിരിക്കുകയാണ് പ്രകടന പത്രിക. ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇത്തവണ എന്നാണ്. ഇതിനു മുമ്പൊക്കെ BJPയുടെ പ്രകടന പത്രിക ജനങ്ങൾ തീരുമാനിച്ചതല്ലേ? ഈ തവണത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സമീപനത്തിൽ ഉള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുറേ കാലങ്ങളായി ഭാരതം അനുഭവിച്ചു പോകുന്ന വികസന മുരടിപ്പിനും രാഷ്ട്രത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നേരിടുന്ന വെല്ലുവിളികളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദരിദ്രമായ ഒരു രാഷ്ട്രമല്ലാതിരുന്നിട്ട് പോലും എല്ലാ തരത്തിലുള്ള വികസനത്തിന് അനുകൂലമായ സാഹചര്യങ്ങളും തുറന്നു കിടന്നിട്ടും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള അല്ലെങ്കിൽ യുവജനങ്ങളുടെ സമ്പൂർണ്ണമായ ഒരു ശേഖരമുണ്ടായിട്ടും ധാതുദ്രവ്യ നിക്ഷേപങ്ങളാൽ സമ്പന്നമായിട്ടും ഇതെല്ലാം ഉപയോഗപ്പെടുന്ന കാര്യത്തിൽ ഇന്ത്യൻ ഭരണകൂടങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടപ്പോഴാണ് കഴിഞ്ഞ NDA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഒരു പുതിയ വികസനത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോഴുള്ള അനുഭവങ്ങളും സാർവദേശീയ തലത്തിലുള്ള മുതലാളിത്ത രാജ്യങ്ങളും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും പ്രതിസന്ധിയിൽ ഉൾപ്പെട്ട് നിൽക്കുമ്പോൾ ഇന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടിയും NDAയും നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അത് ഗുജറാത്ത് ആയാലും മധ്യപ്രദേശ് ആയാലും രാജസ്ഥാൻ ആയാലും ഛത്തീസ്ഗഡ് ആയാലും ഈ മേഖലകളിൽ ഒരു വലിയ കുതിപ്പ് നടത്താൻ സാധിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആം ആദ്മിയുടെ സാധാരണക്കാരൻ്റെ പക്ഷത്തു നിന്ന് ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ട് പോയതുകൊണ്ടാണ്. ഒരു ഉദാഹരണം സൂചിപ്പിച്ചാൽ കാർഷിക രാജ്യമായ ഭാരതത്തിലെ അവസ്ഥ അതിദയനീയമായി 4% താഴ്ന്നിരിക്കുമ്പോൾ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അത് 8 നിന്നും 10% കുതിച്ചിരിക്കുന്നു. ഗുജറാത്തിലെ കാർഷിക വളർച്ചാ നിരക്ക് 10.4 ആണ് എന്ന് ആ ഒരു കാർഷിക പ്രാധാന്യമുള്ള പ്രദേശമല്ലാതിരുന്നിട്ട് പോലും മരുപ്രദേശമായ മരുഭൂമിക്കകത്ത് നർമ്മദയിൽ കുറുകെ കെട്ടിയ അണക്കെട്ടിലൂടെ കനാൽ വഴി അവിടുത്തെ 70% കൃഷിഭൂമികളിലും ജനങ്ങൾക്ക് കുടിവെള്ളത്തോടൊപ്പം തന്നെ കൃഷിക്ക് സൗകര്യങ്ങൾ നേടുന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് കാർഷിക മേഖല വളരെ കരുത്തുറ്റ ഒരു മുന്നേറ്റം കുറിക്കാൻ സാധിച്ചിരിക്കുന്നത്. നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ നിർമ്മാണവും. അണക്കെട്ടിന് തൊട്ട് മുൻപിൽ പ്രതിമ നിർമ്മിക്കുന്നതിന്റെ രാഷ്ട്രീയവും കൃഷിയോട് താല്പര്യമുള്ള ഒരു പാർട്ടിയും പ്രതിബദ്ധതയും എത്രത്തോളം തെളിയിക്കുന്നുവെന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. സുചേക്കുട്ടി, എങ്ങനെയാണ് പ്രകടന പത്രികകളെ വോട്ടർമാർ കണക്കാക്കുക? യഥാർത്ഥത്തിൽ പ്രകടന പത്രിക കണ്ടിട്ടല്ലോ 57-ൽ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി വിധി എഴുതിയത്. പ്രകടന പത്രിക 10% താഴെ മാത്രമേ സ്വാധീനിക്കുകയുള്ളൂ എന്നാണ് CSDSന്റെ കണ്ടെത്തൽ. തീർച്ചയായും പ്രകടന പത്രിക വോട്ട് നേടാനുള്ള ഒരു ഉപാധിയായിട്ട് കാണാൻ കഴിയില്ല. മറിച്ച് നമ്മുടെ പൊതുമണ്ഡലത്തിൽ നടക്കുന്ന ചർച്ചകളിൽ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ നടക്കുന്ന ചർച്ചകളിൽ
ഒക്കെ ഒരു ദിശാബോധം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് ഈ പ്രകടന പത്രിക. അല്ലാതെ വോട്ടർമാരെല്ലാവരും നേരിട്ട് പ്രകടന പത്രിക വായിച്ചിട്ട് തീരുമാനമെടുത്തിട്ട് വോട്ട് ചെയ്യല്ല, മറിച്ച് നമ്മുടെ പൊതു സമൂഹത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പൊതുസമ്മേളനങ്ങൾ, ചർച്ചകൾ, പ്രസംഗങ്ങൾ, ഇതിലൊക്കെ തന്നെ ഓരോ രാഷ്ട്രീയ കക്ഷിയും ജനങ്ങളിലേക്ക് പ്രസരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആശയങ്ങൾ പ്രധാനമായിട്ട് വരുന്നത് തങ്ങളുടെ പാർട്ടി ഉന്നയിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക നയങ്ങളിലൂടെയാണ്. ഈ നയങ്ങളെ സംബന്ധിച്ച് ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ പാർട്ടിയും എന്ത് നയമാണ് സ്വീകരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള നിർവചനം ഈ പ്രകടന പത്രികയിലുണ്ട്. ഫോർ എക്സാമ്പിൾ, BJPയുടെ ഭരണകാലത്ത് അവർ വളരെ രസകരമായിട്ടൊരു മുദ്രാവാക്യമായിട്ടാണ് തങ്ങളുടെ പ്രകടന പത്രിക പ്രസന്റ് ചെയ്തത്. ഇന്ത്യ തിളങ്ങുന്നു. പക്ഷേ ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള ഒരാശയത്തിലൂടെ തങ്ങളുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ നയങ്ങളെ അവർ പ്രസരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ജനങ്ങൾ നോക്കിയപ്പോൾ തിളക്കം എവിടെയും കണ്ടില്ല. അതുകൊണ്ട് ജനങ്ങൾ വേറെ ആളുകൾക്ക് വോട്ട് കുത്തി. അപ്പോൾ അത്തരത്തിൽ പിന്നെ ഓരോ മുദ്രാവാക്യങ്ങളിലൂടെ, ഓരോ നിലപാടുകളിലൂടെ സമൂഹത്തിനകത്ത് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ സന്ദേശങ്ങൾക്കനുസരിച്ചോ എതിരായിട്ടുള്ള ജനങ്ങൾ വിധി എഴുതുന്നുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ UPA മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ പ്രധാനപ്പെട്ട ക്യാച്ച് വേർഡ്, അത് പരസ്യ നിർമ്മാതാക്കളല്ല നിർമ്മിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ഞാൻ ചോദിക്കട്ടെ, അത് UPA തന്നെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ എന്തായിരിക്കണം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്? ഇന്ത്യ തിളങ്ങുന്നത് പോലെ, വിജ്ഞാനത്തിലേക്ക് അതിവേഗം കുതിക്കുന്നു എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞതുപോലെ, എന്തായിരിക്കാം UPA മുന്നോട്ട് വയ്ക്കുന്ന ഒറ്റ വാചകത്തിൽ പറയാവുന്ന പ്രകടന പത്രികയുടെ ഹൈലൈറ്റ്? നേടിയ നേട്ടങ്ങൾ ഉറപ്പിക്കുക, പുതിയ നേട്ടങ്ങൾ നേടുക. കഴിഞ്ഞ 10 വർഷക്കാലത്തെ UPAയുടെ ഒരു നീണ്ട ഒരു പ്രോഗ്രസ് കാർഡ് ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിൽ ചിദംബരം അതിനുവേണ്ടി ഒരു 100 വാക്കേ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ അത് വളരെ സിമ്പിളാണ്. അതായത് 10 വർഷക്കാലം മുൻപ് വാർഷിക പദ്ധതിയിൽ എത്ര കോടി രൂപയാണ് വിദ്യാഭ്യാസത്തിന് മാറ്റിവെച്ചത്, അതിൻ്റെ ഏതാണ്ട് 10 ഇരട്ടിയാണ് മാറ്റിവെക്കുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് സെക്ടറിൽ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനിലൂടെ കേന്ദ്രം മാറ്റിവെച്ചിട്ടുള്ള തുക, റൂറൽ റോഡുകൾ 50,000-ൽ നിന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്ററായിട്ട് വികസിച്ചിട്ടുള്ള അവസ്ഥ, അതുപോലെ തന്നെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി 40,000 കോടി രൂപ പോലും ഓരോ വർഷവും കൊടുത്തുകൊണ്ട് ലോകത്തൊരു രാജ്യവും ചെയ്തിട്ടില്ലാത്ത തരത്തിൽ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്, പിന്നോക്ക വിഭാഗങ്ങൾക്ക് ചെറിയ അധ്വാനം കുറഞ്ഞ പണിയെടുത്തിട്ട് തന്നെ ഏതാണ്ട് 20,000 രൂപയിലധികം ഒരു വർഷം വാർഷിക വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അത് ഒരു വലിയ നേട്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഗ്രോത്ത് റേറ്റിൻ്റെ കാര്യം എടുത്താൽ, അതെല്ലാവരും ഇപ്പോൾ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. ഗ്രോത്ത് റേറ്റിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഇപ്പോൾ BJPയുടെ സുഹൃത്ത് പറഞ്ഞ ആ കാലത്തടക്കം ഗ്രോത്ത് റേറ്റ് 8%, 7% ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഒരു 5%, ബിലോ 5% ആയിട്ട് കുറയാൻ പാടില്ല. കുറയുന്നത് വലിയ തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കും, സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും, വളർച്ചാ നഷ്ടം ഉണ്ടാക്കും. പക്ഷേ എങ്കിലും ഒരു 5% അടുത്ത് പിടിച്ചു നിർത്തി എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളെല്ലാം 0.0%, 0.1%, 1%, 2% ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ലോകത്തുള്ള മറ്റ് സോക്കോൾഡ് വികസിത രാജ്യങ്ങളൊക്കെ 1%-ൻ്റെയും 0.5%-ൻ്റെയും കഥ പറയുമ്പോൾ 5% നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ 10 വർഷത്തെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ നോക്കിയാൽ ആളുകൾക്ക് തൊഴിലില്ലാതെ അലഞ്ഞു നടന്നിരുന്ന പാവപ്പെട്ട പട്ടിണി കിടന്ന ആളുകൾക്ക് ഭക്ഷ്യസുരക്ഷ ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ തൊഴിൽ സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വിദ്യാഭ്യാസം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബില്ലായിട്ട് വന്നിരിക്കുന്നു. റൈറ്റ് ടു ഇൻഫർമേഷൻ ഇന്ന് നമ്മുടെ ഭരണ കൂടങ്ങളെ പിടിച്ച് കുലുക്കുകയാണ്. UPA 1 and 2 put together. UPA എന്ന് പറഞ്ഞാൽ ഒന്നല്ല, രണ്ടും ഉണ്ട്. UPAയുടെ 10 വർഷക്കാലത്തെ ഈ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അഴിമതി ഇല്ലാതായിട്ടുണ്ടെന്നല്ല പറയുന്നത്. അഴിമതിക്കെതിരെ പ്രതികരിക്കാൻ പൗരനെ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണം ഉണ്ടായി. വിദ്യാഭ്യാസ അവകാശം സ്ഥാപിക്കപ്പെട്ടു. ഈ 10 വർഷത്തെ നേട്ടങ്ങളെ കൂടുതൽ ഉയർന്ന ഒരു വിധാനത്തിലേക്ക് ഉയർത്തുക എന്നതായിരിക്കും UPAയുടെ മാനിഫെസ്റ്റോ. വളരെ ശ്രദ്ധേയമായ ഒരു ക്യാച്ച് വേർഡ്. സോൾവൈസ് CP ജോൺ പറഞ്ഞ ആ ഒരു വാചകം തന്നെ എനിക്ക് തോന്നുന്നു UPA ഗവൺമെന്റിന് മാതൃകയാക്കാവുന്ന ഒരു ക്യാച്ച് വേർഡാണ്. നേടിയ നേട്ടങ്ങൾ ഉറപ്പിക്കുക. എത്ര മനോഹരവും എത്ര സിമ്പിളുമായിട്ടുള്ള ഒരു ക്യാച്ച് വേർഡാണ്. UPAയുടെ ഒരുപക്ഷെ മാനിഫെസ്റ്റോയിൽ ആ വാക്ക് തന്നെ കാണുമോ എന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും നേടിയ നേട്ടങ്ങൾ ഉറപ്പിക്കുക എന്ന ആ ക്യാച്ച് വേർഡിനുള്ളിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ UPAക്ക് സാധിക്കുമോ? നമ്മുടെ മുൻപിൽ 4000-ലധികം സ്കൂളുകൾ തുടങ്ങിയ UPA 2 എന്ന സർക്കാരിൻ്റെ നേട്ടമുണ്ട്. സർവശിക്ഷ അഭിയാനിലൂടെ 4,00,000 കോടി രൂപ ചെലവഴിച്ചു UPA 2 എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആരോഗ്യത്ത് AIIMS 6 തുടങ്ങി മൊത്തം 362 മെഡിക്കൽ കോളേജുകൾ സർക്കാർ ചെലവിൽ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പറയുന്ന UPA സർക്കാരിൻ്റെ നേടിയ നേട്ടങ്ങൾ തുടരുക, നേടിയ നേട്ടങ്ങൾ ഉറപ്പിക്കുക.
അങ്ങനൊരു വാചകം മുന്നോട്ട് വന്നാൽ അതിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട്? UPA സർക്കാരിൻ്റെ ഈ പ്രചാരണ ക്യാപ്ഷനൊക്കെ തീരുമാനിക്കുന്നത് വലിയ പബ്ലിക് റിലയൻസ് കമ്പനികളാണ്. അവരുടെ നയരൂപീകരണവും വലിയ ലോബിയും കമ്പനികളാണ് തീരുമാനിക്കുന്നത്. അത്തരം വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഈ ചർച്ചയ്ക്ക് അവസരം ഉണ്ടെങ്കിൽ പോകാം. പക്ഷേ ഇവിടെ പ്രശ്നം കഴിഞ്ഞ 10 വർഷക്കാലം CP ജോണിന്റെ സജഷൻസ് ഒന്നും അവർ സ്വീകരിക്കില്ല. രാഹുൽ ഗാന്ധിക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളെ കൊടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മസ്തിഷ്കമല്ല, അതിന്റെ ജ്ഞാന നിർമ്മാതാക്കളല്ല. അതിന്റെ ജ്ഞാന നിർമ്മാതാക്കളെ നയിക്കുന്നത് ആഗോള പബ്ലിക് റിലേഷൻസ് കമ്പനികളാണ്. ആ കാര്യം CP ജോൺ എന്നേക്കാൾ നന്നായിട്ട് അറിയാം. അതിലേക്ക് പോകണ്ട ഇപ്പൊ തൽക്കാലം. ഞാൻ പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഏതൊരു സമൂഹത്തിനുണ്ടാകുന്ന ഭാഗികമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നാം UPA സർക്കാരിന് ഇടതുപക്ഷം നൽകിയ പിന്തുണ, അതിൻ്റെ ധാരണകൾ, അതനുസരിച്ചുള്ള ചില നേട്ടങ്ങൾ, നിയമനിർമ്മാണങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ 10 വർഷക്കാലത്തെ നമ്മുടെ സാമ്പത്തിക പുരോഗതി, നമ്മുടെ വളർച്ചാ നിരക്ക് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. 2009 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 8.7% നിന്ന് ഗ്രോത്ത് റേറ്റ് 10% എത്തും. ന്യൂക്ലിയർ കരാർ ഉൾപ്പെടെയുള്ള വഴി ഇറക്കുമതി ചെയ്യപ്പെടുന്ന റിയാക്ടർ സംവിധാനങ്ങൾ പ്രവർത്തിച്ചാൽ വലിയ ഊർജ്ജോൽപാദനം നടക്കും, വ്യവസായവൽക്കരണം നടക്കും, വലിയ ഡെവലപ്മെൻറ്റ്, വളർച്ചാ നിരക്ക് കുതിക്കും. നാം ചൈനയെ പിന്തള്ളി അമേരിക്കയുടെ എത്തും. ലോകത്തിലെ 2ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ CP ജോണിന് തന്നെ അറിയാലോ, 5% താഴേക്ക് പോയിരിക്കുന്നു. ആ 5% തന്നെ ജയതി ഘോഷും CP ചന്ദ്രശേഖരും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് തീരുമാനിക്കുന്നത് ഉൽപ്പാദന മൂല്യത്തെ കണക്കാക്കിയല്ല, ദേശീയമായ ആഭ്യന്തരമായ ഉൽപ്പാദന മൂല്യത്തെ കണക്കാക്കി അല്ല, ഉൽപ്പാദന മൂല്യത്തിൻ്റെ വരുമാന സ്രോതസ്സായിട്ട് കടം വാങ്ങിച്ച ലോണിനെ കൂട്ടുകയാണ്. അങ്ങനെയാണ് 5% വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്. ശുദ്ധ തട്ടിപ്പാണ്, ജനങ്ങളെ പറ്റിക്കുകയാണ്. പബ്ലിക് റിലേഷൻസ് കമ്പനികളുടെ പ്രചാര തന്ത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കപടമായ അപബോധം, വലിയ വികസനമുണ്ട്, പുരോഗതിയുണ്ട്, നേട്ടമുണ്ട് എന്ന പ്രതീതി സൃഷ്ടിച്ച് രാജ്യം നേരിടുന്ന കടുത്ത ദാരിദ്ര്യത്തെയും പട്ടിണിയെയും തൊഴിലില്ലായ്മയും വിദ്യാഭ്യാസ തകർച്ചയും ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ, ഒരു തവണ കൂടി അധികാരം കിട്ടുമോ എന്ന പരീക്ഷണമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള UPA നടത്തുന്നത് എന്ന കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇതൊരു മനോഹരമായ ചോദ്യമാണ്. ഈ ചർച്ചയിൽ നമ്മൾ ഉടനീളം ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഇന്ന് UDFന്റെ ക്യാമ്പിൽ നിന്ന് CP ജോൺ നമുക്ക് വേണ്ടി ഈ ചർച്ചയിലൂടെ തന്നിരിക്കുന്ന ആ ക്യാപ്ഷൻ, നേടിയ നേട്ടങ്ങൾ ഉറപ്പിക്കാൻ UPAക്ക് എത്രമാത്രം സാധിക്കും, അതിൽ എത്രമാത്രം സത്യമുണ്ട്? കൂടുതൽ അന്വേഷണമാവാം ഇടവേളയ്ക്ക് ശേഷം. ഗുജറാത്തിൻ്റെ വികസന മോഡൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ഗുണകരമായിട്ടൊരു വികസന മോഡലേ അല്ല. മന്ത്രിമാർ പോലും തെരഞ്ഞെടുക്കൽ മത്സരിക്കാതെ ഒളിച്ചോടുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. എന്തിന് നിങ്ങൾക്കോട്ട്? വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആർക്ക്, എന്തിന്, ഏതിനനുകൂലമായി, ഏതിനെതിരായി വോട്ട് ചെയ്യണം എന്നന്വേഷിക്കുന്ന പ്രകടന പത്രികയുടെ മുൻ സാധ്യത നിലനിർത്തിയുള്ള ചർച്ച തുടരുന്നു. മാസ്റ്റർ, BJP ഈ ഒരു കാര്യത്തിൽ കോൺഗ്രസിന്റെ നേടിയ നേട്ടങ്ങളോടുള്ള പ്രതികരണം അറിയിച്ചിരിക്കുന്നത് പല തരത്തിലാണ്. അതിൽ നരേന്ദ്രമോദി വികസന പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ ഗ്രോത്ത് റേറ്റിനെ മുൻനിർത്തി തന്നെ പറയുന്നു, ഗുജറാത്തിനെ മോഡലാക്കി പറയുന്നു, വളർച്ചാ നിരക്ക് കൈവരിച്ച് അതിവേഗം ബഹുദൂരം തന്നെ എന്ന് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ മുദ്രാവാക്യം തന്നെ പലയിടങ്ങളിലും പല രീതികളിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. BJPയുടെയും കോൺഗ്രസിൻ്റെയും വികസനത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഒന്ന് തന്നെയല്ലേ ആ അർത്ഥത്തിൽ? CP ജോണിൻ്റെ അവകാശവാദങ്ങളെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അതിനോടുള്ള പൊതുസമൂഹത്തിൻ്റെ പ്രതികരണം എന്നെനിക്ക് അറിയില്ല. മന്ത്രിമാർ പോലും തെരഞ്ഞെടുക്കൽ മത്സരിക്കാതെ ഒളിച്ചോടുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അരിയുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില പിടിച്ചു നിർത്താൻ കഴിയാതെ, ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ നെട്ടോട്ടം ഓടുന്ന സാധാരണ ജനത, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലക്കയറ്റത്തിന് മുമ്പിൽ നിസ്സഹായരായി നിൽക്കുന്ന ഭരണവക്താക്കൾ, രാജ്യം ഇതുവരെ നേടിയ നേട്ടങ്ങളെ മുഴുവൻ തകർക്കുന്ന തരത്തിൽ രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്ന പ്രതിരോധ മേഖലയിലെ സന്നാഹങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു മുഹൂർത്തം. കള്ളപ്പണക്കാർക്ക് ഒരു തരത്തിൽ ക്ലീൻ ചിട്ട് നൽകുകയും ഭരണകൂടത്തിൻ്റെ സർക്കാർ വാഗ്ദാനങ്ങൾക്കപ്പുറം കോടതികൾ പോലും വളരെ നിന്ദ്യമായ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഈ നേട്ടങ്ങളെ നിലനിർത്താൻ ആണ് ഈ ജനത ഇത്തവണ വോട്ട് പ്രയോഗിക്കുക എന്ന് വിശ്വസിക്കാൻ പ്രയാസം. അറിയേണ്ടത് വളരെ സ്പെസിഫിക്കായി വിദ്യാഭ്യാസ മേഖലയിൽ UPA ചെയ്തതും ചെയ്യാമായിരുന്നതും, ആരോഗ്യ മേഖലയിൽ UPA ചെയ്തതും ചെയ്യാമായിരുന്നതും, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉണ്ടാക്കുന്ന കാര്യത്തിൽ UPA ചെയ്തതും ചെയ്യാമായിരുന്നതും, അതിലെന്തുണ്ട് BJPക്ക് പറയാൻ? ഒരു കാര്യവും കൃത്യമായി സൂചിപ്പിക്കുന്നില്ല. നോക്കൂ, നേരത്തെ CP ജോൺ സൂചിപ്പിച്ചതുപോലെ
കഴിഞ്ഞ 2013 UPA സർക്കാരിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പോലെ വിദ്യാഭ്യാസ മേഖലയിൽ വൻ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ സർവ്വശിക്ഷാ അഭിയാനിൽ 1,400 കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് BJP പറയുന്നില്ല. സർവശിക്ഷാ അഭിയാൻ എന്ന പ്രസ്ഥാനം തന്നെ ഭാരതീയ ജനതാ പാർട്ടി NDA ഗവൺമെൻറ് മുമ്പോട്ട് വെച്ച ദർശനമാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, കള്ളപ്പണത്തെ ഇന്ത്യയിലെ വികസനത്തിന് അനുകൂലമായി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ BJPയുടെ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന നിർദ്ദേശമാണ്. മാത്രമല്ല, ആരോഗ്യരംഗത്ത് നമ്മൾ എന്തൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും സ്റ്റാറ്റിസ്റ്റിക്സിനപ്പുറം ജനം അനുഭവിക്കുന്നതിലെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഇന്നും ലോകത്തിൽ ഏറ്റവും കൂടുതൽ എഴുത്തിൻ്റെ മേഖലകൾ എത്താത്ത ജനങ്ങൾ അധിവസിക്കുന്നത് ഭാരതമാണ് എന്നൊരു നഗ്ന യാഥാർത്ഥ്യമാണ്. ഇതിനിടയിൽ കണക്കുകൾക്കപ്പുറത്തേക്ക് പ്രായോഗിക തലത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമായിരുന്നു ഗുജറാത്ത്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പുറകിൽ നിന്നിരുന്ന സംസ്ഥാനമായിരുന്നു മധ്യപ്രദേശ്. ഇന്നും വളരെ മുൻപോട്ട് പോയി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ മൊത്തം നേടിയ വികസനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രായോഗിക തലത്തിൽ വളരെ മുൻപോട്ട് പോയിരിക്കുന്നത് ഈ BJP മുൻപോട്ട് വെച്ച സർക്കാരുകളാണ് എന്നൊരു യാഥാർത്ഥ്യമല്ലേ? ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലും പ്രായോഗികതയുമല്ലേ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഒരു പ്രായോഗിക തലത്തിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന യാഥാർത്ഥ്യങ്ങളല്ലേ യഥാർത്ഥത്തിൽ മാറ്റിവരയ്ക്കപ്പെടേണ്ടത്? റൈറ്റ്. സുശേക്കുട്ടി, BJPയുടെ അവകാശവാദം എത്രത്തോളമുണ്ട്? ഗുജറാത്തിന്റെ വികസന മോഡലാണോ ഇനി ഈ BJP അഥവാ NDA സർക്കാർ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. പ്രകടന പത്രിക വരാനിരിക്കുന്നതേ ഉള്ളൂ. ഗുജറാത്ത് മോഡലാണ് വികസനത്തിന്റെ ലക്ഷ്യമെങ്കിൽ അവിടെ ഏതാണ് യാഥാർത്ഥ്യത്തോട് തൊട്ടടുത്ത് നിൽക്കുന്നത്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മാനവ വിഭവശേഷി അടക്കം. നമ്മൾ സംബന്ധിച്ചിടത്തോളം വികസനത്തെ സംബന്ധിച്ച് ഗുജറാത്ത് ഒരു മോഡലായിട്ട് BJP എടുക്കുന്നുണ്ടെങ്കിൽ BJPക്ക് തന്നെ ആപത്തായിട്ട് തീരും. കാരണം ഗുജറാത്തിൻ്റെ വികസന മോഡൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ഗുണകരമായിട്ടൊരു വികസന മോഡലേ അല്ല. അത് വളരെ ഒരു ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന തരത്തിലുള്ള ഒരു വികസനമാണ്. വികസനം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയുള്ള വികസനം എന്ന ചോദ്യം വരും. ഇത് ഈ അഡാനി പോലെയുള്ള കമ്പനികൾക്ക് വേണ്ടിയാണോ, വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക് വേണ്ടിയാണോ? അതല്ല, അത് സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാവുന്നതിൽ ഏറ്റവും താഴെയുള്ള ജനങ്ങൾ കൂടി ലഭ്യമാകണോ എന്നതാണ് പ്രശ്നം. അങ്ങനെ നോക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ നിതീഷ് കുമാറിൻ്റെ പിന്നെ ബീഹാറോ ശിവരാജ് സിംഗ് ചൗഹാൻ്റെ മധ്യപ്രദേശോ ആയിരിക്കും ബെറ്റർ മോഡൽ. രമൺ സിംഗിന്റെ അപ്പൊ സത്യത്തിൽ മോഡി ഒരു മോഡലേ അല്ല. മോഡി യഥാർത്ഥത്തിൽ BJPക്ക് പോലും മുന്നോട്ട് വയ്ക്കാവുന്ന ഒരു മോഡലായിട്ട് കാണാൻ കഴിയില്ല. മറിച്ച് വികസന കാര്യത്തിൽ കുറെ കൂടി ജനകീയമായിട്ടുള്ള മുഖമുള്ള ഒരുപാട് മറ്റ് മാതൃകകളുണ്ട്. ആ മാതൃകകളാണ് ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സ്വീകാര്യം, കൂടുതൽ അനിവാര്യം എന്നുള്ളതാണ് നമ്മുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CP പ്രകടന പത്രികയിൽ CPM കുറ്റപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം സാമ്പത്തിക നയങ്ങളെല്ലാം, നവ ഉദാര സാമ്പത്തിക നയങ്ങളെല്ലാം സഹായിച്ചിരിക്കുന്നത് കോടിപതികളെയും ബില്യനേഴ്സിനുമാണ്. 2009 13 പേർക്കാണ് 5000 കോടി രൂപയിൽ കൂടുതൽ ആസ്തി ഉണ്ടായിരുന്നത് ഇന്ത്യയിലെങ്കിൽ അത് 56ആയി വർദ്ധിച്ചിരിക്കുന്നുവെന്ന് CPM ചൂണ്ടിക്കാണിക്കുന്നു. സാധാരണക്കാരൻ്റെ ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കിയ പ്രൈസ് ഹൈക്കിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. UPAക്ക് തിരിച്ചടിയാവില്ലേ ഇത് രണ്ടും? ഞാൻ CPMൻ്റെ പ്രകടന പത്രികയെക്കുറിച്ച് പിന്നീട് പറയാം. പ്രധാനമായിട്ടുള്ള ഒരു പ്രകടന പത്രിക BJP അല്ലെങ്കിൽ BJPയുടെ ആർഗ്യുമെൻ്റാണ്. CPM ഞാൻ കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമായിട്ട് കാണാതിരിക്കുന്നില്ല. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ഗവൺമെൻറ് നിർമ്മിക്കുന്ന കാര്യത്തിൽ CPM ഇത്രയും കൂടുതൽ പൊതുധാരയിൽ നിന്ന് മാറിയെന്നൊരു കാര്യം ഉണ്ടായിട്ടില്ല. എങ്കിലും ഞാൻ ആ മാനിഫെസ്റ്റോയെക്കുറിച്ച് പറയുന്നുണ്ട്. BJPയുടെ ചില ആർഗ്യുമെൻറ്റ്സ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സാണ്. ഒന്ന്, ഇപ്പോൾ ഇവിടെ ചെക്കുട്ടി അതിനൊരു അനുബന്ധമായിട്ട് ഗുജറാത്തും മധ്യപ്രദേശും അല്ലെങ്കിൽ ഗുജറാത്തും ഛത്തീസ്ഗഡും ഒക്കെ തമ്മിൽ താരതമ്യം ചെയ്യുകയുണ്ടായി. വാസ്തവത്തിൽ ഞാൻ മോഡി ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നത് ഗുജറാത്തിൽ റോഡും പാലവും ഉണ്ടാവാത്തതിൻ്റെ പേരിലല്ല. റോഡും പാലവും ഗുജറാത്തിലുണ്ട്, റിഫൈനറികൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ പാല് പണ്ടേ ഉണ്ടായിട്ടുണ്ട്. പാലുണ്ടാക്കിയത് നമ്മുടെ കുര്യനാണ്, കോഴിക്കോടാണ് അദ്ദേഹം ജനിച്ചത്, വർഗീസ് കുര്യൻ. അത് മോഡി ഗവൺമെൻറ് വരുന്നേക്കാളൊക്കെ എത്രയോ മുമ്പുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻ്റാണ്. വാസ്തവത്തിൽ അതിൻ്റെ ശില്പി എന്ന് പറയുന്നത് പട്ടേൽമാരാണ്. ത്രിഭുവൻദാസ് പട്ടേൽ, അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ, അതിനുശേഷം ത്രിഭുവൻദാസ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ കുര്യൻ, അവരൊക്കെ നടത്തിയിട്ടുള്ള അതിനൊക്കെ സപ്പോർട്ട് ചെയ്തത് ശാസ്ത്രി, ഗാന്ധി, നെഹ്റു, രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, അവരൊക്കെ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ഫ്ലഡ് നമ്മുടെ നാട്ടിൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ മുന്നേറ്റം. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ റിഫൈനറികളുടെ കാര്യത്തിൽ, വൻകിട വ്യവസായങ്ങളുടെ കാര്യത്തിൽ ഗുജറാത്തിൽ പ്ലസ് ഉണ്ടായിട്ടുണ്ട്. അത് വെസ്റ്റേൺ ഇന്ത്യയുടെ ഭാഗമാണ്. ഞാൻ മോഡിയെ വിമർശിക്കുന്നത് അവിടെ അദ്ദേഹം ടാറിടാത്തത് കൊണ്ടല്ല, അവിടെ ജനങ്ങൾക്കിടയിലുള്ള പാലം തകർത്തതിൻ്റെ പേരിലാണ്. അത് രാഷ്ട്രീയ പ്രശ്നമാണ്. പക്ഷേ അദ്ദേഹം കാർഷിക വികസനത്തെക്കുറിച്ച് പറഞ്ഞതിൽ
കാർഷിക വികസനത്തെക്കുറിച്ച് പറഞ്ഞതിൽ 10% എങ്ങനെ ഗുജറാത്തിൽ വികസിച്ചു എന്നുള്ളത് ഞാൻ പലപ്പോഴും നമ്മുടെ രാജേട്ടനോട് രാജഗോപാലായിട്ട് ഇതുപോലുള്ള ചർച്ചകളിൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഒരു ഗ്രോത്ത് ഗുജറാത്തിലുണ്ടായി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെയുള്ള സെമി ഡെസേർട്ട് ഏരിയയിൽ BT കോട്ടൺ കൃഷി ചെയ്തു. BT കോട്ടണാണ് അവിടുത്തെ അഗ്രികൾച്ചർ പ്രൊഡക്ഷനായിട്ട് വന്നത്. ഞാനതിനെ കുറ്റം പറയുന്ന ആളല്ല. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്ലസ് കണ്ടാൽ അത് മൈനസാന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. മോഡിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആക്കരുത് എന്ന് പറയുന്നത് അവിടെ BT കോട്ടൺ കൃഷി ചെയ്യാത്തതുകൊണ്ടല്ല, അവിടെ അദ്ദേഹം വിദ്വേഷത്തിൻ്റെ വിത്തുകൾ കൃഷി ചെയ്തു എന്നുള്ളതാണ്. മനുഷ്യർ തമ്മിലുള്ള വിദ്വേഷത്തിൻ്റെ വിഷവിത്തുകൾ കൃഷി ചെയ്തുകൊണ്ടാണ് ഞാൻ മോഡിയെ എതിർക്കുന്നത്. നരേന്ദ്രമോദിക്ക് വികസനത്തിൻ്റെയും ആസൂത്രണത്തിൻ്റെയും സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും കാര്യത്തിൽ ഫുൾ മാർക്ക് കൊടുക്കുന്നുണ്ട്. ഇല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ നേരത്തെ ചെക്കുട്ടി പറഞ്ഞതിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള വെസ്റ്റേൺ ഇന്ത്യയിലെ പോർട്ട് ഏരിയയിൽ അല്ലെങ്കിൽ അവിടെ നമ്മുടെ പടിഞ്ഞാറൻ നമ്മുടെ തീരമേഖലയിൽ കുറേ കാര്യങ്ങൾ ചെയ്തു. അവിടെയാണ് റിഫൈനറിയും റോഡും കെട്ടിടങ്ങളും ഒക്കെ വന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ ട്രൈബിൽ നമ്മൾ സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ 7% തന്നെ ഗുജറാത്തിലെ ഷെഡ്യൂൾ ട്രൈബ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബജറ്റിൻ്റെ തന്നെ 5% അതിന് ആകെ മാറ്റി വയ്ക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ 1% മാറ്റി, ഒരു 1% നമ്മുടെ ട്രൈബ്, 1 to 1.3 1.4% നമ്മളിപ്പോൾ 3% ഇപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് മാറ്റിവെച്ചു. 2% മാറ്റി വെച്ചിട്ടും നമ്മുടെ നാട്ടിലെ ആദിവാസി വിഭാഗങ്ങളുടെ വളർച്ച വളരെ താഴെയാണ്. ഇപ്പോൾ ഈ ഗവൺമെൻറ്റാണ് പ്ലാനിംഗ് ബോർഡിൻ്റെ ശുപാർശ അനുസരിച്ച് 3% പട്ടികവർഗത്തിന് വേണ്ടി മാറ്റിവെച്ചത്. അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എടുത്ത് നോക്കിയാൽ, ശിശുമരണ നിരക്ക് എടുത്ത് നോക്കിയാൽ, അതുപോലെ തന്നെ പ്രസവത്തിനോടനുബന്ധിച്ച് അമ്മമാർ മരിക്കുന്ന കണക്ക് നോക്കിയാൽ വാസ്തവത്തിൽ ഗുജറാത്തിൻ്റെ കണക്കുകൾ വളരെ താഴെയാണ് നിൽക്കുന്നത്. എല്ലാം വളരെ താഴെയാണ് നിൽക്കുന്നത്. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലെല്ലാം താഴെയാണ് നിൽക്കുന്നത്. ആ കാര്യത്തിലൊക്കെ കേരളമാണ് ഏറ്റവും മുന്നിൽ. ഏത് ഗവൺമെൻറ് ഭരിച്ചു എന്നുള്ളതല്ല, കേരളം മൊത്തത്തിൽ വളരെ വളരെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ 100 മില്യൺ ടൺ നെല്ല് ഉൽപ്പാദിപ്പിച്ചത് 3 വർഷം മുമ്പാണ്. വലിയൊരു റെക്കോർഡാണ്. ആ റെക്കോർഡും സച്ചിൻ്റെ റെക്കോർഡ് ഒരുമിച്ചാണ് പുറത്തു വന്നത്. മോഡി പിടിപ്പിക്കാൻ മോഡിയും ഭാരതത്തിൻ്റെ നേടിയ നേട്ടങ്ങൾ ഉറപ്പിക്കാൻ UPAയും പൊളിച്ചെഴുതാൻ CPMും പ്രകടന പത്രികകളുമായി തയ്യാറാകുന്ന ഘട്ടം അന്വേഷിക്കുകയാണ്. വാദങ്ങളുടെയും പ്രകടന പത്രികകളിലെ വാഗ്ദാനങ്ങളുടെയും നിജസ്ഥിതികളെക്കുറിച്ച്, ഒപ്പം രാഷ്ട്രീയ നിലപാടുകൾ, ആ രാഷ്ട്രീയ നിലപാടുകളുടെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച്. ഞാൻ വരുന്നത് BJPയിലേക്കാണ്. നേരത്തെ സൂചിപ്പിച്ചു, പാലങ്ങൾ പണിതതിൻ്റെ ക്രെഡിറ്റ് മോദിക്ക് കൊടുക്കാം, പാലം തകർത്തതിൻ്റെയും ക്രെഡിറ്റ് മോദിക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ BJP ഇത്തവണ നേരിടാൻ പോകുന്ന CPMൻ്റെയും UPAയുടെയും മാനിഫെസ്റ്റോയിലെ ഏറ്റവും പ്രകടമായ ഒരു വാദം എന്ന് പറയുന്നത് ഒരു സെക്കുലാർ ഡെമോക്രാറ്റിക് അൾട്ടർനേറ്റീവിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സെക്കുലറായ ഒരു ക്രെഡൻഷ്യൽ, ഒരു ഡെഫിസിറ്റ്, ഒരു കുറവ് ഇത്തവണ BJPക്ക് ക്ഷീണം ചെയ്യില്ല. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനാധിപത്യം നമ്മുടെ ജീവവായുവായി കാണുമ്പോഴും ഏത് നിലപാടുകൾക്ക് മുമ്പോട്ട് വയ്ക്കുന്നതിലാണ് ജനങ്ങളുടെ സ്വീകാര്യത. കഴിഞ്ഞ 15-ലേറെ വർഷങ്ങളായിട്ട് വിഭജിക്കുന്നു, വിഭജനത്തിൻ്റെ വിഷവിത്തുകൾ വിതയ്ക്കുന്നു എന്ന സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ പ്രഭാവം ഉൾക്കൊള്ളുന്ന അയൽ സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന, പരസ്യപ്പെടുത്തുന്ന അസത്യങ്ങൾക്കപ്പുറം ഒരുപക്ഷെ ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളും തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കൂ എന്നുള്ളതാവാം. ഇത്തവണ ഗുജറാത്തിലെ 15 ന്യൂനപക്ഷ നിയോജക മണ്ഡലങ്ങളിൽ 8 ന്യൂനപക്ഷ നിയോജക മണ്ഡലങ്ങളും നാം ഈ വിഷവിത്ത് വിതയ്ക്കുന്ന നരേന്ദ്രമോദിയോടൊപ്പം നിന്നു എന്നുള്ളത് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ മാത്രം വിചാരിച്ചിരുന്നെങ്കിൽ ഈ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ ഈ മണ്ഡലങ്ങളെങ്കിലും കഴിയുമായിരുന്നു. പകരം നമ്മൾ കാണുന്നത് കേരളത്തിലെ ഒരു കാലഘട്ടത്തിലെ പ്രഥമ EMS മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന നമ്മുടെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പോലും സൂചിപ്പിക്കുന്നത് പോലെ ജനങ്ങൾക്ക് വേണ്ടത് നൽകുകയും വളരെ ക്വിക്കായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നതിൽ വിജയിച്ചു എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ വിജയം കിടക്കുന്നത്, ഗുജറാത്തിൻ്റെ വിജയം കിടക്കുന്നത്. ജനാധിപത്യത്തിൽ വിഷവിത്തുകളല്ല, ജനങ്ങൾക്ക് സ്വീകാര്യമായ അവരുടെ ദൈനംദിനമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മുന്നോട്ട് വെച്ചിരിക്കുന്ന BJPയുടെ സെക്യുലർ ക്രെഡൻഷ്യൽസിന് എതിരെയുള്ള ഒരു മുന്നണി, കോൺഗ്രസിൻ്റെ നവലിബറൽ പദ്ധതിക്കെതിരെയുള്ളൊരു മുന്നണി, ചുരുക്കത്തിൽ നവലിബറൽ പ്രസ്ഥാനത്തിനും വർഗീയതയ്ക്കും എതിരായിട്ടുള്ളൊരു മുന്നണി. ആ മുന്നണിയെക്കുറിച്ച് കാര്യമായ പരാമർശമില്ല പ്രകടന പത്രികയിൽ. ഈ ഒരു ഘട്ടത്തിൽ CPM മുന്നോട്ട് വന്ന് മുൻകൈയെടുത്ത് രൂപീകരിക്കേണ്ട മൂന്നാം മുന്നണിയെക്കുറിച്ചുള്ള ഒരു കഴിഞ്ഞ 2009 പുറത്തിറക്കിയ പ്രകടന പത്രികയുടെ പോലെ വിസിബിൾ അല്ല, കാഴ്ചയ്ക്കില്ല അങ്ങനൊരു അൾട്ടർനേറ്റീവിനെ കുറിച്ചുള്ള താല്പര്യം. ഈ നവലിബറൽ നയങ്ങളും വർഗീയതയും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്.
നമ്മുടെ രാജ്യത്ത് ഇന്നത്തെ രീതിയിൽ ഹിന്ദുത്വ ഫാസത്തെയും അതിനോടുള്ള പ്രതിപ്രവർത്തനം എന്ന നിലക്ക് ന്യൂനപക്ഷ തീവ്രവാദ പ്രസ്ഥാനങ്ങളെയൊക്കെ രൂപപ്പെടുത്തിയത് ഈ ഗ്ലോബലൈസേഷനാണ്. ആഗോളവൽക്കരണം സൃഷ്ടിക്കുന്ന ജീവിത പ്രതിസന്ധികൾ വലിയ ബഹുജന മുന്നേറ്റമായി ഈ നയങ്ങൾക്കെതിരായിട്ട് മാറും. അതിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ തിരിച്ചിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വളരെ ആസൂത്രിതമായിട്ട് വർഗീയ ക്യാമ്പയിനുകൾ, വർഗീയമായ ധ്രുവീകരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം ഒരു മൂന്നാം ബദലിൻ്റെ അല്ലെങ്കിൽ ഒരു മതനിരപേക്ഷ സർക്കാരിൻ്റെ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യാൻ. CPMൻ്റെ പ്രകടന പത്രിക ഗ്ലോബലൈസേഷൻ നമ്മുടെ രാജ്യം സൃഷ്ടിച്ചിരിക്കുന്ന അരക്ഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് രാജ്യത്ത് ടെററിസം വളർത്തുന്നത്, ആ ടെററിസത്തിൻ്റെ വളർച്ചയെ ചൂണ്ടിക്കാണിച്ച് എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ മറ്റൊരു രീതിയിൽ വേട്ടയാടുന്നത്. നിരപരാധികളായ 10,000-കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ സംഘപരിവാർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ സ്ഫോടന പരമ്പരകളുടെ പേരിൽ ഇന്ത്യയുടെ തടവറയിൽ കിടക്കുകയാണ്. ഇത്തരം രാജ്യത്തിൻ്റെ ആത്മാവിനെ തന്നെ തകർക്കുന്ന, രാജ്യത്തെ ജനതയുടെ ഐക്യത്തെ തകർക്കുന്ന ഈ നയങ്ങളെല്ലാം, ഈ അവസ്ഥയെല്ലാം ആഗോളവൽക്കരണത്തിൻ്റെ കൂടി സൃഷ്ടിയാണ്. വർഗീയതയെ ഈ പുത്തൻ സാമ്പത്തിക നയത്തിന് അടർത്തി മാറ്റി നമുക്ക് കാണാൻ കഴിയില്ല. ഈ പുത്തൻ സാമ്പത്തിക നയത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിലൂടെയാണ് നമ്മുടെ സമൂഹത്തിൽ കോൺഗ്രസും BJPയും പ്രതിനിധീകരിക്കുന്ന നവലിബറസത്തിനും വർഗീയതക്കുമെതിരായിട്ടുള്ള ഒരു ബ്ലോക്ക്, ഒരു മുന്നണി, ഒരു ഫെഡറൽ ബദൽ രൂപപ്പെടുക എന്നാണ് CPM കാണുന്നത്. ഇപ്പോൾ 14 പാർട്ടികളുടെ സമ്മേളനം നടന്നു, തുടർന്ന് 11 പാർട്ടികളുടെ സമ്മേളനം നടന്നു. ഇതിലെല്ലാം എത്തിയിരിക്കുന്ന ധാരണ എന്താണ്? കോൺഗ്രസ് ഇതരമായ BJP അല്ലാത്ത ഒരു ഗവൺമെൻറ് കേന്ദ്രത്തിൽ ഉണ്ടാക്കണം. ആ ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിനുള്ള നയപരമായ ഒരു ദിശാബോധമാണ് CPMൻ്റെ പ്രകടന പത്രിക മുന്നോട്ട് വച്ചിരിക്കുന്നത്. CPMഉം മൂന്നാം മുന്നണിയും ഇന്ന് വിസിബിളാണോ എന്നല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം അറിയുന്ന എല്ലാ ആളുകൾക്കും അറിയാം. CPയുടെ ചോദ്യത്തിനും കൂടി മറുപടി വേണം. കേരളത്തിലടക്കം കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ മുന്നണി CPM CPI മുന്നണി ആവുന്നു എന്ന പരസ്യമായ വിമർശനം നിലനിൽക്കുന്ന സാഹചര്യമാണ്. CP ചോദിക്കുന്നു, ആരുണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ പോലും? കേരളത്തിലെ ഈ CPMൽ നിന്ന് കൊഴിഞ്ഞു പോയെന്ന് പറയുന്ന RSP ആണല്ലോ. RSP പോയ സ്ഥാനത്ത് CP ജോൺ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിലെ ആളുകളും പ്രസ്ഥാനത്തിൽ നിന്ന് നേരത്തെ വിട്ടുപോയ ഗൗരി അമ്മ ഉൾപ്പെടെയുള്ള ആളുകളും ADMK കൊഴിഞ്ഞു പോയിട്ടില്ല. ഈ പ്രകടന പത്രിക അവതരിപ്പിച്ചുകൊണ്ട് സഖാവ്, അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറയുന്ന ഇടപെടൽ നിങ്ങൾ പിന്നീട് സംസാരിച്ചോ. സഖാവ് പ്രകാശ് കാരാട്ട് ഈ പ്രകടനം അവതരിപ്പിച്ചുകൊണ്ട് പത്രപ്രതിനിധികളോട് പറഞ്ഞല്ലോ, ADMKയും പ്രാദേശിക കക്ഷികളുമായിട്ട് CPM സീറ്റ് ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ സീറ്റ് ധാരണ ഉണ്ടാക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എല്ലാ പാർട്ടികളും സ്വന്തം ശക്തിയിൽ മത്സരിച്ച് പരമാവധി സീറ്റ് വാങ്ങുക. അങ്ങനെ സീറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇലക്ഷന് ശേഷം BJP അകറ്റി നിർത്താൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്ന ഇവരെ എല്ലാം ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. അത് വ്യക്തമായ സമീപനമാണ്. രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയ സന്നിഗ്ധതകളെ ഒരു വിഷമവൃത്തമായിട്ട് ആരും കാണണ്ട. അതിനെ മുറിച്ചു കടക്കാനുള്ള നയപരമായ സ്ഥൈര്യവും നിലപാടും CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾക്ക് ഇന്ത്യയിലുണ്ട്. പരസ്പര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരുപാട് പാർട്ടികളെ മൂന്നാം മുന്നണിയിലേക്ക് കൊണ്ടുപോവുക, അടുത്ത ഒരു ബദലായിട്ട് സങ്കല്പിക്കുക, ഈ ഘട്ടത്തിൽ അത് പ്രായോഗികമാണ്. ഇവിടെ നടക്കുന്നത് അരുണെ ഒരു ബൂർഷാ പാർലമെന്ററി തെരഞ്ഞെടുപ്പാണ്. ഈ ബൂർഷാ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത നിലപാടുകളുള്ള ബൂർഷാകൾ തമ്മിൽ പരസ്പരം മത്സരിക്കുന്നുണ്ട്. ബൂർഷാസി ഏകശിലാഖണ്ഡമായ ഒരു വർഗമല്ല. ആ വർഗത്തിനകത്ത് ദേശീയ താല്പര്യമുള്ള, ആഗോള താല്പര്യമുള്ള ബൂർഷാസി ഉണ്ട്. റിലയൻസിനെ പോലെ, ഇവിടെ സൂചിപ്പിച്ച ഗൗതം അദാനിയെ പോലെ. എന്നാൽ പ്രാദേശികമായി ഈ ഭരണ സൗകര്യങ്ങൾ ഉപയോഗിച്ച് വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ റീജിയണൽ പാർട്ടി പ്രതിനിധീകരിക്കുന്ന ബൂർഷാസി ഉണ്ട്. ഈ കോർപ്പറേറ്റ് ബൂർഷാസിക്കെതിരായിട്ട് ചെറുകിട പ്രാദേശിക ബൂർഷാസിയുടെ രാഷ്ട്രീയ സഖ്യങ്ങളെയാണ് CPM വർഗപരമായി പാർലമെന്ററി ജനാധിപത്യത്തിൽ തഴച്ചു വളരുന്ന അല്ലെങ്കിൽ കൂടുപോലെ മുളച്ചു പൊന്തുന്ന പ്രാദേശിക പാർട്ടികളെ കൂട്ടുപിടിച്ച് പരസ്പര വൈരുദ്ധ്യങ്ങളാണ് നിലപാടുകളെങ്കിലും നമുക്കൊരു ബദലുണ്ടാക്കാമെന്നുള്ള ഈ വാദം ഇനി വിൽക്കാൻ സാധ്യതയുണ്ടോ? നമ്മൾ അതിനെ അങ്ങനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ടതില്ല. കാരണം ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ 1987 ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് നമ്മൾ യുണൈറ്റഡ് ഫ്രണ്ട് എന്നുണ്ടായത്. അന്ന് VP സിംഗ് കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അധികം വൈകാതെ ഒരു പ്രധാനമന്ത്രിയെ രാജ്യത്തിന് സംഭാവന ചെയ്യുന്നതിൽ അവർ വിജയിച്ചു. അന്ന് പരാജയപ്പെട്ടു. ആ പരീക്ഷണം അന്ന് പരാജയപ്പെട്ടു. പക്ഷേ തൊട്ടു പിറ്റത്തെ പതിറ്റാണ്ടിൽ വീണ്ടും ഒരു പുതിയ ദേശീയ രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇടതുപക്ഷം അടക്കമുള്ള ആളുകൾ വിജയിച്ചിട്ടുണ്ട്. അന്ന് സുർജിത്തിനെ പോലുള്ള വളരെ പരിണിതപ്രജ്ഞരായിട്ടുള്ള, വളരെ ജ്യോതിബാസുവിനെ പോലുള്ള വളരെ ശക്തരായിട്ടുള്ള നേതാക്കൾ ഇടതുപക്ഷത്തിൽ
ഉണ്ടായിരുന്നുള്ളൂ ശരിയാണ്. അതേ സമയത്ത് നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ദേവഗൗഡയെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു ബദൽ ഈ രാജ്യത്ത് നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്, അത്തരത്തിലൊരു ബദലിനൊരു സാധ്യതയുള്ളതാണ്. ഇപ്പം തന്നെ BJPയുടെ ഒരു സർക്കാർ അവർ രൂപീകരിക്കുന്നതിൽ പരാജയപ്പെടുകയാണ്. BJPക്ക് കൃത്യമായിട്ടുള്ള ഒരു മെജോറിറ്റി സീറ്റ് കിട്ടുന്നതില്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ CPMൻ്റെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഒരു അർത്ഥമുണ്ട്. ആളുകൾ പരമാവധി ജയിച്ചു വരട്ടെ, അതിനകത്ത് ഒരു പുതിയ സാധ്യത ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കുന്നത് രാഷ്ട്രീയമായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ അത് വിജയിക്കും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് റിയലിസ്റ്റിക് ആണ്. കുറേ കാലമായി നിങ്ങളൊക്കെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു. കാരണം നിങ്ങളെല്ലാം ധനികരായി മാറുന്നു, സാധാരണക്കാരെന്നും സാധാരണക്കാരായി മാറിയിട്ടില്ല. ഒരു സെക്കൻഡ്, ഇവിടെ റിലയൻസ് പോലുള്ള കോർപ്പറേറ്റുകൾ അവരാണ് വലുതാകുന്നത്, കോർപ്പറേറ്റുകളാണ് വലുതാകുന്നത്. എന്നാൽ സാധാരണക്കാരെന്നും സാധാരണക്കാരല്ല. എന്റെ ചോദ്യം അതല്ല, ഇവിടുത്തെ ഈ രണ്ട് പാർട്ടിക്കാരും നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ എന്തു ചെയ്തു? ഇവിടെ BJP അധികാരത്തിൽ വന്നാൽ ഭാരതം സ്വർഗപ്പൂങ്കാവനാക്കുമെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ആ നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടിയിട്ടാണല്ലോ പറയുന്നത്. ഈ നരേന്ദ്രമോദി ഇന്നലെ വരെ ഈ ഭാരതത്തെ സ്വർഗമാക്കും എന്ന് ഉയർത്തിക്കാട്ടുന്ന ഒരു നേതാവിന് മത്സരിക്കാൻ ഒരു മണ്ഡലം കിട്ടാത്ത ഒരു പ്രയാസമാണ് ഇന്നലെ വരെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. സ്വന്തം പാർട്ടിക്കാർക്ക് പോലും വേണ്ടാത്ത, അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയുടെ ഉത്തമ മണ്ഡലം ഒഴിഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹത്തിന് മത്സരിക്കാൻ കൊടുക്കേണ്ടിയിരുന്നു. ആരും അതിന് തയ്യാറാകാതെ വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കുന്നത് സ്വന്തം നേതാക്കൾക്കും അനുയായികൾക്കും വേണ്ടാത്ത ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്നല്ലേ. ഇവിടെ രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഇപ്പോൾ കേരളത്തിൽ BJP അധികാരത്തിൽ വന്നില്ല, ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ NDAയുടെ ഭാഗമായിട്ട് കേരളത്തിൽ O രാജഗോപാലിനെ കേരളത്തിൻ്റെ പ്രാതിനിധ്യത്തിന് വേണ്ടി മധ്യപ്രദേശ് കൊണ്ടുപോയി മത്സരിപ്പിച്ച് ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കി. കേരളത്തിൻ്റെ ഭരണ പ്രതിപക്ഷത്തിരിക്കുന്നവർ ഒരേ സ്വരം സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരള റെയിൽവേ വികസന രംഗത്ത് കഴിഞ്ഞ 60 കൊല്ലം ഉണ്ടാക്കിയിട്ടുള്ളതിലപ്പുറം വികസനങ്ങൾ ആ മേഖലയിൽ മുൻപോട്ട് കൊണ്ടുവരാൻ BJPക്ക് സാധിച്ചു. ഇപ്പോൾ കേരളത്തിൽ അക്കൗണ്ട് തുറന്നില്ല എന്നുള്ളതാണെങ്കിൽ പോലും കിട്ടിയ അവസരത്തിൽ നമുക്ക് ആ മേഖല ചെയ്യാൻ സാധിച്ചു. രണ്ടാമത്, കേരളത്തിൽ പൊതുമാധ്യമങ്ങളും കേരളത്തിലെ നിരീക്ഷകരും രൂപപ്പെടുന്നത് പലപ്പോഴും എത്ര അയാഥാർത്ഥ്യമാണ് എന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് നമ്മൾ സൂചിക്കാനുള്ളത്. മൈനോറിറ്റിയുടെ ഗുജറാത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളത്തിലെ അതിൻ്റെ പ്രതിനിധികൾ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർത്തഡോക്സ് സഭയായാലും യാക്കോബ സഭയായും പറയുന്നത് വേറിട്ടൊരു വിഷയമാണ്. നേരത്തെ കേരളത്തിലെ പത്രത്തിൽ വന്നിരുന്ന ഒരു ചർച്ച, ലാൽകൃഷ്ണ അഡ്വാനി സ്ഥിരമായി കൈകാര്യം ചെയ്തിരുന്ന ഗാന്ധി നഗർ അദ്ദേഹത്തിന് കിട്ടുമോ, അത് പറിച്ചെടുക്കാൻ പോകുന്നു. ഇതായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ചർച്ച. മറിച്ച് നരേന്ദ്രമോദി ആ കമ്മിറ്റിയിൽ വെച്ച് അദ്ദേഹം ആവശ്യപ്പെട്ട ആ മണ്ഡലം തന്നെ കൊടുത്തപ്പോഴുള്ള ചർച്ച വന്നത് അദ്ദേഹത്തിന് അടുത്തതും ചോദിച്ചത് കൊടുത്തില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു നേതാവിന് മത്സരിക്കാൻ ഈ സമയം വരെ ഇത്ര സമയം എടുക്കേണ്ടായിരുന്നോ ചോദ്യം. ഒന്ന് നമ്മൾ മനസ്സിലാക്കും, ഒരു ജനാധിപത്യ സംഘടനയ്ക്കകത്ത് ചർച്ചകളും ഒരുപാട് കാര്യങ്ങളും ഒരു തെരഞ്ഞെടുപ്പ് മണ്ഡലം നിശ്ചയിക്കുന്നതിൽ പ്രാധാന്യം കൊടുക്കും. ഇപ്പോൾ നരേന്ദ്രമോദിക്ക് സത്യത്തിൽ ഗുജറാത്തിലൊരു മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയാത്തത് കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ജയം അനിശ്ചിതത്തിലായതുകൊണ്ടോ അല്ല മറ്റൊരു മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നത്. ആ മണ്ഡലം തെരഞ്ഞെടുപ്പിലൂടെ ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ വിജയസാധ്യതയും ജനകീയമായ പിന്തുണയും ഉറപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. ഒരു ജനാധിപത്യ സംഘടന എന്നുള്ള നിലയ്ക്ക്, ഏകശില എന്നുള്ള നിലയ്ക്ക് ഒരു ഏകാധിപത്യപരമായ തീരുമാനം അടിച്ചേൽപ്പിക്കുകയല്ല, മറിച്ച് അതിന് നിയോഗിക്കപ്പെട്ട ആളുകൾ ഒരുമിച്ചിരുന്ന് സാധ്യതകളും നെഗറ്റീവും പോസിറ്റീവായ കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അത് ഇനിയും പൂർത്തിയായിട്ടില്ല. ഇന്ത്യയിലെ മുഴുവൻ മണ്ഡലങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ല. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു കട്ട് ഓഫ് ഡേറ്റ് പ്രഖ്യാപിക്കേണ്ടത് നമ്മളാണോ? ഇനിയും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ, നടപടികൾ പൂർത്തിയാക്കുന്നതുവരെ ജനാധിപത്യ സംഘടനകൾക്ക് അതിൻ്റെ കാര്യങ്ങൾ അവരുടേതായ രൂപം നടപ്പിലാക്കേണ്ടതുണ്ട്. പെയ്ഡ് കാൻഡിഡേറ്റ്സ് ഇറങ്ങുന്നു. ധനകാര്യമന്ത്രി പോലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരവസ്ഥയുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഭയക്കുന്നുണ്ടോ മന്ത്രിമാർ? നിന്നാൽ ജയിക്കില്ലെന്നും ജയസാധ്യതയും? ഇതാണ് അങ്ങയോടുള്ള ചോദ്യം. ഞാൻ ആദ്യം ആ ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യത്തോട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വളരെ ചെറിയ കുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ശക്തമായിട്ട് ഉന്നയിക്കണം. കാരണം അവരാണല്ലോ ഇനിയുള്ള ഒരു വരുന്ന പതിറ്റാണ്ടുകളിലൊക്കെ ജീവിക്കേണ്ടവരവരാണ്. പക്ഷേ എനിക്ക് ആ ചെറുപ്പക്കാരനോട് പറയാൻ കഴിയും, ഞങ്ങളുടെ ചെറുപ്പകാലം, ഞാൻ ഈ കോഴിക്കോട് നഗരത്തിൽ ചക്കുട്ടിയും ഞാനും ഒക്കെ ഒരുമിച്ച് വളർന്നൊരു കാലം, കുഞ്ഞിക്കണ്ണനും എല്ലാം ഉണ്ട്. അദ്ദേഹത്തെ ഞാൻ യോജിച്ച് പ്രവർത്തിച്ചില്ല, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് ഒരേ കാലത്ത്. ഞങ്ങളുടെ യൗവനകാലത്തെ ഈ കോഴിക്കോട്ടെ ഒരു വിദ്യാർത്ഥിയുടെ വികാരങ്ങൾ, ഒരു തൊഴിലന്വേഷകൻ്റെ വികാരങ്ങൾ, ആ വികാരങ്ങളും ഇന്നത്തെ ഒരു വിദ്യാർത്ഥിയുടെ വികാരങ്ങളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഞങ്ങൾ കണ്ടിരുന്നത് നോ വേക്കൻസി എന്നുള്ള ബോർഡുകളായിരുന്നു.
എവിടെ ചെന്നാലും നോ വേക്കൻസി. അങ്ങനെ സിനിമ പാട്ട് തന്നെ ഉണ്ട്, ഭൂമിയിലെവിടെ ചെന്നാലും നോ വേക്കൻസി. ഉണ്ണികൃഷ്ണൻ ജോലി കിട്ടിയില്ല പണ്ടത്തെ സിനിമ. അതെ, ഉണ്ണികൃഷ്ണൻ ജോലി കിട്ടിയില്ല, താങ്കൾക്ക് എന്നെക്കാളും അറിയാം. പക്ഷേ ഇന്ന് ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്നൊരു പുതിയ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഞങ്ങൾ കോഴിക്കോട് പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് RIC എഞ്ചിനീയറിംഗ് കോളേജ് അടക്കം 5 എഞ്ചിനീയറിംഗ് കോളേജാണ് കേരളത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതിലെല്ലാം കൂടി 500 സീറ്റ് തികഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ ഏതാണ്ട് 1,00,000 സീറ്റുകൾ ഓരോ വർഷവും, അങ്ങനെ 2,00,000 കുട്ടികൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്. എത്രയോ വലിയ അവസരങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ടായി, നമ്മുടെ രാജ്യത്തുണ്ടായി. കോഴിക്കോട് കുറേ വൈകിപ്പോയെങ്കിലും ഇവിടെയും IT-യുടെ ഒരു സെക്ടർ തുറന്നു, ടൂറിസത്തിൻ്റെ സെക്ടറുകൾ തുറന്നു, എഡ്യൂക്കേഷൻ വലിയ സെക്ടറുകൾ തുറന്നു. അങ്ങനെ ഞാൻ ചെറുപ്പക്കാരനോട് യോജിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, കഴിഞ്ഞ ഒരു 10 കൊല്ലക്കാലം വാസ്തവത്തിൽ കേരളത്തിൻ്റെ ഒരു സുവർണകാലമായിരുന്നു. കാരണം ഈ 10 കൊല്ലക്കാലത്തിനിടയ്ക്കാണ് ശരാശരി 8% കേരളം വളർന്നത്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന നിരവധി കെട്ടിടങ്ങളും അതുപോലെ തന്നെ പൊലിപ്പുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാം തീർന്നു പോകുന്നതല്ല, ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നേടിയത് ഉറപ്പിച്ചിട്ട് ഒരുപാട് നേടാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 2030 ഒരു ദർശനം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കേരള ഗവൺമെൻറ്. അതിൻ്റെ പേരാണ് പെർസ്പെക്റ്റീവ് പ്ലാൻ 2030. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എത്ര ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ മലബാറിൽ തറക്കല്ലിട്ടു ആരംഭിച്ചു? മെഡിക്കൽ കോളേജ് പറഞ്ഞുകൊണ്ടാണ്. 57 ഗവൺമെൻറ് തുടങ്ങിയതാണ് മലബാറിൽ മെഡിക്കൽ കോളേജ്. പാലക്കാട് മെഡിക്കൽ കോളേജ്, മഞ്ചേരി മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ കാസർഗോഡ് മെഡിക്കൽ കോളേജ്. ഇങ്ങനെ മെഡിക്കൽ കോളേജുകൾ ശൃംഖല തന്നെ ഉണ്ടായി. കേന്ദ്രത്തിൻ്റെ ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഈ അടുത്ത കാലത്ത് കേരളത്തിന് കിട്ടിയതുപോലെയുള്ള നിക്ഷേപങ്ങൾ അടുത്ത കാലത്തൊന്നും തന്നെ കിട്ടിയിട്ടില്ല. എന്റെ ചോദ്യം അതായിരുന്നില്ല, കോൺഗ്രസിനുള്ളിലെ കോർപ്പറേറ്റ് അതിലേക്ക് വരാം. പിന്നെ വേറെ ഒന്ന് സംശയമില്ല പറയാണ്, ഇന്ന് ഇതൊരു മുതലാളിത്ത വികസന കാലഘട്ടമാണ്. കമ്പനികൾ വലുതാവും, കമ്പനികളുടെ ലാഭത്തിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും വൻ ടാക്സുകൾ എടുക്കണം, അവരെ വെട്ടിപ്പുകൾ തടയണം. ഞാൻ കുഞ്ഞിക്കണ്ണോട് യോജിക്കുകയാണ്. പക്ഷേ കമ്പനികളിൽ കൂടെ തന്നെയാണ് വളരുക, അതല്ലാതെ ചെറിയ ചെറിയ കടകളിൽ കൂടെയല്ല. പക്ഷേ ഇവിടെയെല്ലാം നമുക്ക് തൊഴിലവസരങ്ങളുണ്ടായി. ലോകത്തെ ഒന്നാംകിട കമ്പനികൾ, അഴിമതിരഹിതമായ കമ്പനികൾ ഉണ്ടാക്കുക എന്നതുകൂടി കുഞ്ഞക്കണ്ണൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ കടമയാണ്. അതുകൊണ്ട് കമ്പനികളെ കണ്ടൊന്നും പേടിക്കണ്ട. നല്ല കമ്പനികളുണ്ടാവട്ടെ, നല്ല തൊഴിലവസരങ്ങളുണ്ടാവട്ടെ, അവിടെ നല്ല തൊഴിലവകാശങ്ങളുണ്ടാവട്ടെ. അതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ഇപ്പോൾ കമ്പനികളെ നിരോധിക്കൽ നമ്മുടെ അജണ്ടയല്ല എന്ന് പരസ്യമായി പറഞ്ഞിട്ട് തന്നെ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും 2 ചോദ്യങ്ങളും ഇവിടെ സമാനമാണ്. എന്തുകൊണ്ട് മോഡിക്ക് സീറ്റ് കിട്ടിയില്ല, അതുപോലെ ജയന്തി നടരാജന് കിട്ടിയില്ല, എന്തുകൊണ്ട് നമ്മുടെ ജയറാം രമേശ് ചിദംബരം മത്സരിക്കുന്നില്ല, അങ്ങനെ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളൊക്കെ അതത് പാർട്ടികൾക്കകത്തും അതത് നേതാക്കന്മാർ പ്രവർത്തിക്കുന്ന സംസ്ഥാന തലത്തിലെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ BJP-യിലെ കാര്യത്തിൽ ഞാൻ വലിയ അങ്കലാപ്പുള്ള, കാരണം അവർ ഞാൻ പാർട്ടിയോട് പൂർണ്ണമായി വിയോജിക്കുകയാണെങ്കിലും അവർ ഡിബേറ്റ് നടത്തിയ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അവരുടെ ആന്തരിക പ്രശ്നമാണ്. അതിൻ്റെയൊക്കെ ചില സൂചനകളുണ്ട്, അദ്ദേഹം പറഞ്ഞ പോലെ സൂചനകളുണ്ട്. എങ്കിൽ പോലും അതിപ്പോൾ ഒരു പൊതുമണ്ഡലത്തിലെ ചർച്ചയല്ല. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇന്ന് ഇപ്പോൾ ജയലളിത ഒറ്റയ്ക്ക് 40 സ്ഥലത്ത് മത്സരിക്കുകയാണ്. വാസ്തവത്തിൽ കുഞ്ഞിക്കണ്ണൻ അതിനെ വളരെ ഭംഗിയായിട്ട് മറച്ചു പിടിക്കാൻ ശ്രമിച്ചെങ്കിലും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ പ്രകാശ് കാരാട്ടിൻ്റെ 3ാം മുന്നണി ഒരു ചില്ല് കല്ലിലടിച്ച പോലെ പൊട്ടിയിരിക്കുകയാണ്. എല്ലാം പോയി. ഇന്ന് CPM ഇവിടെ ഞങ്ങൾ തമ്മിലാണല്ലോ മത്സരം. ഇത്രയും ദേശീയ തലത്തിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പെട്ട കാലം ഉണ്ടായിട്ടില്ല. AKG നയിച്ച CPM-ആണ്. 2ാം സ്ഥാനക്കാരനായിരുന്നു AKG. നെഹ്റു കഴിഞ്ഞാൽ 2ാമൻ AK ഗോപാലൻ, നമ്മുടെ മലയാളിയായിരുന്നു. ഇത്തവണ 10ാം സ്ഥാനം 12ാം സ്ഥാനം പോലും CPM-ന് ലോക്സഭയിൽ കിട്ടാൻ പോകുന്നില്ല. അത്രയും ദയനീയമാണ് അവർ ഒറ്റപ്പെടൽ. എന്തുകൊണ്ട്, എങ്ങനെ തിരുത്തണം? അത് 2004 അവർ മടങ്ങണം. അല്ലാതെ അവർ നശിച്ചു പോകണമെന്നല്ല. 2004 സൂർജിത്തും ജ്യോതിബാസുവും ചെക്കുട്ടി പറഞ്ഞതുപോലെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച ഐക്യപുരോഗമന മുന്നണി, ആ മുന്നണി വെറും ഒരു ആണവക്കരാറിൻ്റെ പേരിൽ എന്തോ ഒരു പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൻ്റെ പേരിൽ തട്ടി തകർത്തിട്ട് സ്വയം തകരുകയാണ് CPM ചെയ്തത്. അതുകൊണ്ട് എനിക്ക് CPM-നോട് പറയാനുള്ളത്, നിങ്ങൾ നശിച്ചു പോകണമെന്നുള്ളതല്ല, 2004 മടങ്ങണം. 2014 നിങ്ങളുടെ വാട്ടർലൂ ആണ്. റൈറ്റ്. ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ താങ്കൾ കിട്ടിയ അവസാനത്തെ അവസരം ഇതാണ്. അറിയേണ്ടത് സിംഗൂരിലെ സാമ്പത്തിക പോളിസി CPM-ന്റെ, ടാറ്റയെ സ്വീകരിക്കാനിരിക്കുന്ന CPM-ന്റെ പോളിസി, കർഷകരെ വേണ്ട എന്ന് പറയുന്നു എന്ന് മാധ്യമങ്ങളിലൂടെ വിമർശിക്കപ്പെട്ട CPM-ന്റെ പോളിസി, നിങ്ങൾക്കും ഇതേ നിലപാട് തന്നെയാണോ? കമ്പനികളിലൂടെയാണ് രാജ്യം വളരേണ്ടത് എന്ന നിലപാട്? ആദ്യം തന്നെ ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന് ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കാം. ചോദ്യം ചോദിച്ച സുഹൃത്ത് രാജ്യത്തിൻ്റെ ഒരു നിരാശാഭരിതമായ അവസ്ഥയിൽ നിന്നാണ് അത്തരം ചോദ്യങ്ങൾ വരുന്നത്. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ 340 MP-മാർ 200 കോടിയിലേറെ ആസ്തിയുള്ള ആൾക്കാരാണ്. അപ്പോൾ രാജ്യത്തെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി
ഇത്തരം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്ന ആളുകൾ ജയിച്ചു വരുമ്പോൾ അവർ സ്വയം കോർപ്പറേറ്റുകളായി മാറുകയാണ്. ഇന്നസെന്റിന്റെ ആസ്തി 6.5 കോടിയാണ്. ക്രിസ്റ്റി ഫെർണാണ്ടസിന്റെ ആസ്തി 2.5 കോടിയാണ്. 6.5 കോടി. അദ്ദേഹം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നടനാണ്. അദ്ദേഹം ക്രിസ്റ്റി ഫെർണാണ്ടസ് ഒരു ഉദ്യോഗസ്ഥനാണ്, ജോലി ചെയ്താണ്. ഈ രാഷ്ട്രീയം ജനങ്ങളെ അയാൾ അവരുടെ പ്രൊഫഷനിൽ നിന്നാണ് അവർ വരുമാനം ഉണ്ടാക്കി. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, ഞങ്ങളെല്ലാവരും രാഷ്ട്രീയ പ്രവർത്തകരായ ആളുകളാണ്. ചേക്കുട്ടി ഇപ്പം മീഡിയ പേഴ്സൺ ആണെങ്കിൽ അയാൾ രാഷ്ട്രീയ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ജനങ്ങളോടൊപ്പം ജീവിക്കാം, ജനങ്ങളെ നിലവാരത്തിൽ ജീവിക്കാം എന്നാണ്. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 90-കൾക്ക് ശേഷം ഗ്ലോബലൈസേഷൻ ഉണ്ടാക്കിയ ഒരു അപജയമുണ്ട്. അത് ആരും നിഷേധിച്ചിട്ട് കാര്യമില്ല. അത് നമ്മുടെ സമൂഹത്തിലെ സാമ്പത്തിക വളർച്ചയുടെ ആനുകൂല്യങ്ങൾ, സൗജന്യങ്ങൾ രാഷ്ട്രീയക്കാർ പറ്റുന്നു എന്ന ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ നല്ല മോണിറ്ററിംഗ് വേണം. സ്വകാര്യ കമ്പനികളെ അടക്കം ലോക്പാൽ ബില്ലിൻ്റെ മുന്നിൽ കൊണ്ടുവരണം, ലോക്പാൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. CPM പ്രകടന പത്രിക പറയുന്നതാണ്. ഈ കമ്പനികളാണ്, കോർപ്പറേറ്റുകളാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൊടുക്കുന്നത്. അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പോലും സ്പോൺസർ ചെയ്യുന്ന അവരാണെന്ന് വരികയാണ്. അപ്പോൾ ഈ നിരാശാജനകമായ അവസ്ഥ എന്താണ്? ഒരു അരാഷ്ട്രീയമായ സമീപനത്തിൽ എത്താൻ പാടില്ല എന്നാണ് എൻ്റെ നിലപാട്. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തന്നെ ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പും ഈ അസംബ്ലിയും പാർലമെൻറ്റും ഒക്കെ പോയിട്ട് തന്നെയാണ്. ബ്രഹ്മസ്വം ദേവസ്വം സ്വത്തുടമസ്ഥ ഉണ്ടായിരുന്ന സമൂഹമാണ് ഈ കേരളം. ഈ കേരളത്തിൽ വഴി നടക്കാൻ പോലും അവകാശമുണ്ടായിരുന്നില്ല. ദൈവസൃഷ്ടമാണ്, മാറ്റാനാവില്ല ഭൂബന്ധങ്ങളെ എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൽ വിപ്ലവകരമായ നിയമനിർമ്മാണങ്ങളിലൂടെ അതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പുരോഗമന ശക്തികൾ, ഇടതുപക്ഷ ശക്തികൾ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. ശരിയായ രാഷ്ട്രീയത്തെ, ജനകീയ രാഷ്ട്രീയത്തെ, കോർപ്പറേറ്റ് മൂലധനത്തിലായിട്ട് രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യുന്ന സമീപനം നമുക്കുണ്ടാക്കണം. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ചോദ്യകർത്താക്കളുടെ ചോദ്യത്തിലൊരു കാര്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്താണ് ആ ചോദ്യം? ഞങ്ങൾ സാധാരണ ആളുകളാണെന്നാണ് അവർ പറയുന്നത്. ഈ സാധാരണ ആളുകൾ എന്ന് പറയുന്ന ഒരു ടേമിനെ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനി എന്ന് പറയുന്നത് ഫോർഡ് ഫൗണ്ടേഷനാണ്, വാഹന നിർമ്മാതാക്കളാണ്. ഞങ്ങളൊക്കെ പണ്ട് PSC വെറുതെ ഒരു വ്യാമോഹത്തിന് PSC എഴുതാനൊക്കെ ശ്രമിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും ടേൺ ഓവറുള്ള കമ്പനി ഓട്ടോമൊബൈൽ വ്യവസായം എന്ന് പഠിച്ചിരുന്നു. ഈ ഫോർഡ് ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള എണ്ണയുടെയും ഓട്ടോമൊബൈലിൻ്റെയൊക്കെ രംഗത്തെ കോർപ്പറേറ്റുകൾ ഒഴുക്കുന്ന പണമുണ്ട്. ആ പണം ഇഷ്ടം പോലെ സ്വീകരിച്ചിട്ട് കണക്കും കയ്യില്ലാത്ത ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെയൊക്കെ പരിധിയിൽ വിട്ടുകൊണ്ടുള്ള പല രീതിയിൽ പണം സ്വീകരിക്കുന്ന സംഘടനകൾ NGO നെറ്റ്വർക്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ കോൺഗ്രസിനും BJPക്കും ഇടതുപക്ഷത്തിനൊക്കെ എതിരായിട്ടുള്ള പുതിയ ഒരു ആം ആദ്മി രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഞാൻ കെജ്രിവാളിനെ സംശയിക്കുകയല്ല. കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിദാനം ചെയ്യുന്ന NGOയിസത്തെ, സന്നദ്ധ സംഘടനാ രാഷ്ട്രീയത്തെ തള്ളിപ്പറയാതെ ഇത് BJP മുന്നോട്ട് വെക്കുന്ന മതാന്തതയോട് അത് കൂട്ടുകൂടും. കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന നവലിബറസത്തോട്, അത് ബിസിനസ് സമ്മേളനത്തിൽ തന്നെ കെജ്രിവാൾ വ്യക്തമാക്കിയത്. അത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം. ആം ആദ്മി എന്ന് പറയുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരാണെങ്കിൽ ആ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തണമെങ്കിൽ ഇന്ത്യയുടെ വിഭവങ്ങൾക്ക് മുകളിൽ അവർക്ക് അവകാശം വേണം. ഇന്ത്യയുടെ വിഭവങ്ങൾക്ക് മുകളിൽ അവകാശം വേണമെന്ന് പറയുന്നത് ഉൽപാദനത്തിന്റെ അടിത്തറ ഭൂമിയും വെള്ളവുമാണ്. ആം ആദ്മി റിലയൻസിന് പോലെയുള്ള കമ്പനികൾക്കെതിരെ കേസ് കൊടുത്തു. BJP പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്തില്ല, നോക്കുകുത്തികളായിരുന്നു. നിങ്ങൾ ഇവിടെ കേരളത്തിൽ എന്തു ചെയ്തു കോർപ്പറേറ്റുകൾക്കെതിരെ? ഭൂമിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം. ഭൂമി പിടിച്ചെടുത്ത് വിതരണം ചെയ്യണം, മിച്ച ഭൂമി വിതരണം ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സാധാരണ ആളുകൾക്ക് ഭൂമി കിട്ടണം, അവർക്ക് കുടിവെള്ളം കിട്ടണം, ചികിത്സ കിട്ടണം. പ്രകടന പത്രികയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 5% ആരോഗ്യ ആവശ്യത്തിന് നീക്കിവെക്കണം, 6% വിദ്യാഭ്യാസത്തിന് അവകാശത്തിന് നീക്കിവെക്കണം. CP ജോൺ ഇവിടെ പറഞ്ഞല്ലോ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഞങ്ങൾ നിയമമുണ്ടാക്കിയെന്ന്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ബജറ്റുകൾ നീക്കിവെക്കാൻ കഴിയുന്നുണ്ടോ? മുഴുവൻ 14 വയസ്സിന് കീഴെയുള്ളയും കുഞ്ഞുങ്ങളെ ഇന്ത്യയിൽ എത്തിക്കണമെങ്കിൽ ഫ്രണ്ട് ലൈൻ്റെയും EPWൻ്റെയും പഠനം വന്നു. എത്ര കോടി അധ്യാപകർ വേണം? ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യത്തിന് എത്ര പണം വേണം? ബജറ്റുകൾ നീക്കിവെക്കുന്നുണ്ടോ? 3% എത്താൻ UPA സർക്കാരിന് കഴിഞ്ഞിരുന്നു. ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ സാധാരണ ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നയരൂപീകരണം വേണം. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കണം. അത്തരം ഒരു ഗവൺമെന്റ് കോർപ്പറേറ്റ് മൂലധനാധിപത്യത്തിന്റെ ഒരു ഘട്ടത്തിൽ എളുപ്പമല്ല ഉണ്ടാക്കുക എന്ന് നല്ല ബോധ്യം ഇടതുപക്ഷത്തിനുണ്ട്. അത്തരം ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ ആവശ്യമായ ദിശാബോധമാണ്, അതിനുള്ള ചില സ്റ്റെപ്പുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. നോക്കൂ, കേരളത്തിൽ BJPയുടെ ഇടം എന്ന് പറയുന്നത് ഇനിയും ലോക്സഭയുടെ അക്കൗണ്ടിൽ തുറക്കപ്പെട്ടിട്ടില്ല. ആ ലോക്സഭയുടെ അക്കൗണ്ടിൽ തുറക്കപ്പെടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം CP നേരത്തെ സൂചിപ്പിച്ച പോലെ വേണ്ടത് ഗുജറാത്ത് മോഡലല്ല, കേരള മോഡൽ തന്നെയാണ്. കേരളത്തിലെ പുരോഗമന ചിന്താഗതിയോ അതില്ലാത്തതോ ആയ ഏതൊരു വിദ്യാർത്ഥിക്കും ഏതൊരു വോട്ടർക്കും അറിയാവുന്നത് എന്നതുകൊണ്ടാണോ, അതല്ല പകരം കേരളത്തിൽ BJPയുടേതായിട്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കാൻ പറ്റിയ നേതൃത്വമില്ലാത്തത് കൊണ്ടായിരിക്കുമോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ രാഷ്ട്രീയം മുന്നണി രാഷ്ട്രീയമാണ്. കേരളത്തിലെ ഇവിടെ പ്രകീർത്തിക്കപ്പെട്ട മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ മെലിയുകയും
ലക്ഷ്യങ്ങളിൽ നിന്നും പുറകോട്ട് പോവുകയും ചെയ്യുന്നു. മുന്നണി രാഷ്ട്രീയത്തിനിടയിൽ BJPക്ക് ഒരിടം കിട്ടിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണെങ്കിൽ പോലും നാളെ ഇതുവരെ കേരളത്തിലെ പ്രാദേശിക തലങ്ങളിൽ പോലും പ്രാതിനിധ്യമില്ലാതിരുന്ന BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോലും അവസാന നിമിഷം വരെ ആ ടെമ്പോ നിലനിർത്താനും ഒരു വളരെ ദുർബലമായ ഒരുപക്ഷെ ഈ ഇന്ന് നേരത്തെ സൂചിപ്പിച്ച മാതിരി ക്രോസ് വോട്ടിംഗ് കേരളത്തിലെ മുഖ്യധാര മുന്നണികൾ നടക്കുന്നില്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ മുന്നേറ്റം എന്നോ തുടക്കം കുറിക്കേണ്ടതായിരുന്നു. ചെങ്കുടി, ഈ ചർച്ചയുടെ അവസാനത്തെ ചോദ്യം, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കു പ്രകാരം റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ UPയുടെ പ്രകടന പത്രികയില്ല, പകരം നമ്മുടെ മുൻപിലുള്ളത് കഴിഞ്ഞ വർഷം സർക്കാർ ജനങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഭദ്രമാണ്. വികസനത്തിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് മാനവ വിഭവശേഷിയുടെ ഇൻഡെക്സിന്റെ കാര്യത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. പക്ഷേ നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി തുടർച്ചയായിരുന്ന മൻമോഹൻ സിംഗ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഓഫ് കോഴ്സ് സ്കാംസ്, സ്കാൻഡൽ, അഴിമതി. നമ്മൾ ഒരു പ്രധാനമന്ത്രിയെ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തുണ്ടായിരിക്കുന്ന മാധ്യമ ശ്രദ്ധ ആകർഷിച്ച വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. യഥാർത്ഥത്തിൽ നമ്മൾ മൻമോഹൻ സിംഗിനെ വിലയിരുത്തേണ്ടത് എന്താണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നോക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2004 ശേഷം 10 വർഷം കൊണ്ട് ഇന്ത്യയുടെ ഗവേണൻസിനെ, ഇന്ത്യയുടെ ഭരണ സംവിധാനത്തെ ഏറ്റവും വലിയ ജനാധിപത്യപരമാക്കുന്ന, വികസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരികയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ള പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറയാതെ വയ്യ. ഒരുപാട് നിയമങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട നിയമമായിട്ട് ഞാൻ അതിനകത്ത് കാണുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് രാജ്യത്തിൻ്റെ ജനങ്ങളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്താണ്. ആ തരത്തിലുള്ള ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പറയുന്ന സ്കാം അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച വരുന്നത്. എന്തുകൊണ്ടാണ്? അത്തരത്തിലുള്ള ജനങ്ങളുടെ കയ്യിൽ ആയുധം വെച്ചു കൊടുത്തുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ 2004 ശേഷം ആ ഗവൺമെൻറ് നിരവധി ശക്തമായിട്ടുള്ള ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, നിയമനിർമ്മാണം കൊണ്ടുവന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ ഇടതുപക്ഷം അവർക്ക് വലിയ ശക്തിയായിരുന്നു, താങ്ങായിരുന്നു. അതുകൊണ്ട് ആ കാലത്ത് ഇടതുപക്ഷം അനാവശ്യമായിട്ട് വിട്ടുപോയി. നേരത്തെ ജോൺ പറഞ്ഞ മാതിരി ഇടതുപക്ഷത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഇല്ലാതാക്കുന്ന അവസ്ഥയാണ് രണ്ടാം UPA ഗവൺമെന്റിന്റെ പരാജയത്തിന് ഒരു കാരണം. അതാണ് ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് അത് തന്നെയാണ് കാരണം. 4 പ്രധാനപ്പെട്ട ബില്ലുകൾ മാത്രമേ UPA രണ്ടാം ഘട്ടത്തിലെ സർക്കാരിന് മുന്നോട്ട് വയ്ക്കാനുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ UPA രണ്ടാം ഘട്ടത്തിലെ സർക്കാർ മുന്നോട്ട് പറയാൻ നമ്മളുടെ CP ജോണിന്റെ വാക്കുകൾ കടമെടുത്താൽ നേടിയ നേട്ടങ്ങൾ ഉറപ്പിക്കാൻ UPA 2 സാധിക്കുമോ എന്നതാണ് അറിയേണ്ടത്. തെരഞ്ഞെടുപ്പ് വിധി എഴുതുന്നത് CPMന്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിച്ചെഴുതാനും മോഡിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വീണ്ടും നിർമ്മിക്കുവാനുമുള്ള ഒരു സാഹചര്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. ആരുടെ വാട്ടർലൂ ആയിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്? മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണോ മൂന്നാം മുന്നണി? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതിന് വിധി വരുന്നത് വരെ കാത്തിരുന്ന് മതിയാവൂ. ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു വിഷയവുമായി തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ എഡിഷൻ അടുത്ത ആഴ്ച എത്തും. അതുവരെ നന്ദി, നമസ്കാരം.